ഷംസുൽ ഉലമ ഇവിടെ വരപ്പാറ പുതിയ പറമ്പ് ഷംസുൽ ഉലമ നഗറിൽ വെച്ച് നൂറ്റാണ്ടോളം പഴക്കമുള്ള ഇവിടത്തെ ദർസിന്റെ റബ്ബാനിയ ദർസ് ഇതിന്റെ വാർഷികം തുടക്കം കുറിക്കപ്പെട്ട ഒരു മഹല്ലാണ് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അറിവുമായി ബന്ധപ്പെടാനും ഇൽമുമായി ബന്ധപ്പെടാനും അതിനെ പഠിക്കാനും പഠിപ്പിക്കാനും പ്രചരിപ്പിക്കാനുമുള്ള ഒരു അവസ്ഥാവിശേഷം ഈ നാട്ടിൽ വർഷങ്ങളായി നിലനിൽക്കുന്നു എന്നത് വളരെ സന്തോഷകരമാണ്. അതിന്റെ ഏറ്റവും പാരമ്പര്യമായ രീതിയിൽ, അതിന്റെ ഏറ്റവും ശുദ്ധമായ രീതിയിൽ അറിവ് കൈമാറ്റം ചെയ്യപ്പെടുന്ന ആ ദർസിന്റെ മനോഹരമായ ഒരു സാഹചര്യം അത് എന്ത് വില കൊടുത്തും സംരക്ഷിക്കുക എന്നുള്ള ഒരു ദൗത്യം ഈ നാട്ടുകാർ നിർവഹിക്കുന്നു എന്നതിലുള്ള അതിയായ സന്തോഷം ഞാൻ രേഖപ്പെടുത്തുകയാണ്. വിദ്യാർത്ഥി സംഗമത്തിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. വ്യത്യസ്ത തരത്തിലുള്ള വിവിധ പ്രായക്കാരായ ആളുകൾ എന്റെ മുന്നിലിരിക്കുന്നുണ്ട്. കൂടുതലും വിദ്യാർത്ഥികളാണ്. ഏകദേശം ഏതു സ്കൂള് 5ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികളുണ്ട്. 5 മുതൽ 5ന് താഴെയുള്ള കുട്ടികൾ എത്ര ആളുണ്ട്? 5ാം ക്ലാസ്സിൽ താഴെയുള്ള എത്ര കുട്ടികളുണ്ട്? ഒന്ന് കൈ പൊക്കിയാൽ മതി. 5ൽ താഴെയുള്ള 5ാം ക്ലാസ് 5ൽ പഠിക്കുന്നവർ എത്ര പേരുണ്ട്? 5ൽ പഠിക്കുന്നവര് 1 6 3 6ാം ക്ലാസ്സിൽ എത്ര പേരുണ്ട്? 3 പേര്. 7 8 9 3 പേര് 4 പേര് 10 ക്ലാസ്സിലാരുമില്ല. ക്ലാസ് തുടങ്ങിയിട്ടുണ്ടാവും എല്ലാവർക്കും അല്ലെ? 10 ഉണ്ടോ? +1 ഉണ്ടാവും. 3 പേരുണ്ട്. ഡിഗ്രിക്കാരുണ്ടോ? +2 ഉണ്ടോ? ഒരാളുണ്ട്. 2 പേര്. ഡിഗ്രിക്കാരുണ്ടോ? ഡിഗ്രിക്കോ PGക്കോ അങ്ങനെയൊക്കെ പഠിക്കുന്ന ആരെങ്കിലും? ബാക്കിയുള്ളവർ ഉസ്താദുമാരും രക്ഷിതാക്കളുമായ ആളുകളാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സത്യം പറഞ്ഞാൽ എന്റെ മുമ്പിൽ വളരെ ശ്രമകരമായ ഒരു ദൗത്യമാണുള്ളത്. വളരെ ചെറിയ ക്ലാസ് മുതൽ വളരെ ഉയർന്ന ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളും പിന്നെ രക്ഷിതാക്കൾ ഇവരെല്ലാം എന്റെ മുന്നിലിരിക്കുന്നുണ്ട്. ഓരോരുത്തരോടും പറയുന്നതിന്റെ ഓരോ ശൈലിയുണ്ട്. അതുകൊണ്ടാണ് കുട്ടികളെ കുട്ടികളായി കാണാനും ഇതിനുള്ള ഓരോ കാറ്റഗറിയിലാണ് ഓരോ തരത്തിലുള്ള അധ്യാപന വ്യവസ്ഥകൾ സംഭവിക്കുന്നത്. സ്വാഭാവികമായിട്ടും നമ്മൾ സാധാരണ ഉള്ള ഒരു വിഷയമാണ് ആബാലവൃദ്ധം ജനങ്ങളുടെ മതപ്രഭാഷണ പരമ്പരകൾ നമ്മൾ സാധാരണ സംഘടിപ്പിക്കുന്ന ഒരു വിഷയങ്ങളിൽ നിന്നു മാറി ഇന്ന് ഇതേപോലെ വിദ്യാർത്ഥികൾക്ക്, വനിതകൾക്ക് ഇങ്ങനെയുള്ള വ്യത്യസ്തമായ സംരംഭങ്ങൾ നടപ്പിലാക്കപ്പെടുന്നുണ്ട്. എല്ലാ മേഖലയിൽ നോക്കിയാൽ മതി. കുട്ടികൾക്ക് ബാലമാസികകളുണ്ട്. വലിയവരും വായിക്കുമെങ്കിലും ബാലമാസികകൾ കുട്ടികൾക്കുള്ളതാണ്. പക്ഷെ ഒരു പക്ഷെ വാപ്പ വായിച്ചിട്ട് മകന് കൊടുക്കുള്ളൂ എന്നുള്ളത് സത്യമാണെങ്കിലും വന്നതിന് ശേഷം വനിതകൾക്ക് അവരുടേതായതുണ്ട്, കുടുംബങ്ങൾക്ക് അവരുടെ മാഗസിൻ ഉണ്ട്. ഓരോ മേഖലയിൽ പഠിക്കുന്ന ആളുകൾക്കും അതിൻ്റെതായ രീതികളുണ്ട്. LKGയിലും UKGയിലും പഠിപ്പിക്കാൻ പ്രത്യേകമായ ട്രെയിനിങ് സിസ്റ്റം ഉണ്ട്. കാരണം അതിലെ കുട്ടികൾക്ക് പാട്ടുപാടിയും ഒക്കെ പഠിപ്പിച്ചു കൊടുക്കണം. 5 മുതൽ 10 വരെ, 10 മുതൽ 15 വരെ പ്രായക്കാരായ ആളുകളെ വേറെ വേറെ നിലക്കാണ് കാണുന്നത്. കാരണം ഓരോരുത്തരും, ഞാനിവിടെ വളരെ വലിയ ഒരു പ്രഭാഷണം നടത്തിയാൽ ഈ കുട്ടികൾക്ക് അതിൽ യാതൊരു താല്പര്യം ഉണ്ടാവില്ല അല്ലെ? നിങ്ങളൊക്കെ ഇരുന്ന് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ സ്വാഭാവികമായ പ്രവണതയിൽപ്പെട്ടതാണ്. അപ്പൊ ഞാൻ നിങ്ങളോടാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. സ്വാഭാവികമായും നിങ്ങളുടെ രക്ഷിതാക്കൾ വായിക്കാറുള്ള സുന്നി അഫ്കാറാണെങ്കിലും സത്യധാരയാണെങ്കിലും തെളിച്ചമാണെങ്കിലും ഏത് മാഗസിനാണെങ്കിലും നിങ്ങൾ വായിക്കാറില്ലെങ്കിലും നിങ്ങളുടെ മാസിക വാരികകൾ നിങ്ങളുടെ രക്ഷിതാക്കൾ വായിക്കാറുണ്ട്. അഥവാ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ രക്ഷിതാക്കൾക്ക് ഇഷ്ടപ്പെടും, നിങ്ങളുടെ രക്ഷിതാക്കളോട് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ സാധ്യത കുറവാണ്. എന്തല്ലേ സാർ? എന്തു തന്നെയായാലും വിദ്യാർത്ഥി എന്ന് പറയുന്ന ഒരു വ്യവസ്ഥയിലൂടെയാണ് നമ്മൾ പോകുന്നത്. പഠിക്കുന്ന ഒരു സിസ്റ്റം തന്നെ വളരെ വലിയ മാറ്റങ്ങൾക്ക്
നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ എന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ സ്കൂളിലൊക്കെ ഇരിക്കുന്ന ആൾക്കാരല്ല. സ്കൂളിൽ പഠിക്കുമ്പോഴുള്ള വലിയൊരു വിഷയം നമ്മൾ നന്നായി ഉറങ്ങാൻ പഠിക്കുമെന്നുള്ളതാണ് അല്ലേ? സ്കൂളിൽ ഗുണം പറഞ്ഞാൽ നിങ്ങൾ കണ്ടില്ലേ, വീട്ടിൽ വാപ്പാർക്കും വല്യന്മാർക്കും ഒന്നും ഒച്ച ഉണ്ടായാൽ ഉറങ്ങാൻ പറ്റൂല, ലൈറ്റ് ഇട്ടാൽ ഉറങ്ങാൻ പറ്റൂല. അങ്ങനല്ലേ? ആരോട് ഒച്ച ഉണ്ടാക്കണമ്പോൾ ഉറങ്ങാൻ കഴിയണില്ല. നമുക്കൊക്കെ ആരെങ്കിലും ഒച്ച ഉണ്ടാക്കിയാലേ ഉറങ്ങാൻ പറ്റുള്ളൂ. അതിന് കാരണം കുറെ കാലം ക്ലാസ്സിലിരുന്ന് പഠിക്കുന്നു എന്നുള്ളതാണ്. സാറ് അല്ലെങ്കിൽ ഉസ്താദ് ഒന്ന് ശബ്ദിക്കാൻ തുടങ്ങിയാലേ നമുക്ക് ഉറക്കം വരാം അല്ലേ? ആരെങ്കിലും ഒന്ന് ഒച്ച ഉണ്ടാക്കിയിരുന്നെങ്കിൽ എനിക്കൊന്ന് ഉറങ്ങാമായിരുന്നു എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് സ്ഥിരമായിട്ട് ഇങ്ങനെ ക്ലാസ്സിലിരിക്കണോണ്ട് നമ്മൾ എത്തും അല്ലെ? ക്ലാസ്സിലിരുന്ന വേഗം ഉറക്കം വരൂല. ഉറക്കം വരുമോ ക്ലാസ്സിലിരുന്നാല്? അല്ലെങ്കിൽ ക്ലാസ് അല്ലാത്ത വേറെന്തെങ്കിലും ശ്രദ്ധിക്കാനുള്ള ഒരു താല്പര്യം പെട്ടെന്ന് തോന്നും. അങ്ങനെ ചെറുതായി വലുതായവരാണ് ഇവിടെയുള്ള വലിയ ആളുകളൊക്കെ, എല്ലാ ആളുകളും. അപ്പോ പഠിക്കുന്ന കാലത്ത് മുഴുവൻ സമയവും പഠിക്കരുത് എന്നാണ് എനിക്ക് ആദ്യമായി നിങ്ങളോട് പറയാനുള്ളത്. ഒരു ദിവസത്തിലെ മുഴുവൻ സമയവും നിങ്ങൾ പഠിക്കാൻ ഉപയോഗിക്കരുത്. അങ്ങനെ നിങ്ങളോട് ആര് പറഞ്ഞാലും അങ്ങനെ പഠിക്കരുത്. മുഴുവൻ സമയവും പഠിക്കരുത്. അത് പറയാനാണ് ഒന്നാമത് ഞാൻ വന്നത്. സന്തോഷമല്ല അങ്ങനെ കേട്ടാൽ? മുഴുവൻ സമയവും പഠിക്കരുത് എന്ന് പറയാനാണ് ഞാൻ വന്നത്. സന്തോഷമായോ? കാരണം നമുക്ക് ഉറങ്ങണ്ടേ? കുറച്ച് സമയം എന്തായാലും ദിവസം ഉറങ്ങണം. ഭക്ഷണം കഴിക്കണം. ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങൾ പഠിക്കും ചെയ്യരുത്, ടിവിയും കാണരുത്. ഭക്ഷണം കഴിക്കുമ്പോൾ പഠിക്കുകയും ചെയ്യരുത്, ടി വി കാണും ചെയ്യരുത്. ഹോസ്റ്റലിലൊന്നല്ലെങ്കിൽ വീട്ടിലൊക്കെ ആണെങ്കിൽ കുറച്ചൊക്കെ വർത്താനം പറഞ്ഞ് ഭക്ഷണം കഴിച്ചോളുണ്ട്. ഭക്ഷണം കഴിക്കുമ്പോൾ കുറച്ചൊക്കെ സംസാരിച്ച് ഭക്ഷണം കഴിച്ചോളുണ്ട്. എന്നാൽ ഭക്ഷണത്തിന്റെ വേഗത കുറയും, ഭക്ഷണം ചവയ്ക്കുകയും ഒക്കെ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഹോസ്റ്റലില്, കോളേജുകളില്, ദർസിലൊക്കെ ആവുമ്പോൾ അവിടെ ചിട്ടുണ്ടാവും. ഭക്ഷണം കഴിക്കുമ്പോൾ വർത്താനം പറയാൻ പാടില്ല. അത് ഇസ്ലാമികമായ വലിയ നിയമമായതുകൊണ്ടല്ല, അതൊരു സംവിധാനത്തിന് വേണ്ടിയിട്ടാണ്. കുറച്ചൊക്കെ സംസാരിച്ച് വേണമെങ്കിൽ ഭക്ഷണം കഴിക്കാവുന്നതാണ്. പക്ഷെ ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണത്തിൽ കൂടി നന്നായി ശ്രദ്ധിക്കണം. നമ്മൾ ശ്രദ്ധിക്കാതെ ഒരു കാര്യം ചെയ്യരുത് എന്നുള്ളതാണ്. നമ്മളുടെ ശ്രദ്ധയില്ലാതെ ഒരു കാര്യം ചെയ്യും. മീനാണ് എടുക്കണമെങ്കിൽ മീൻ എടുക്കണം എന്നുള്ള ബോധം വേണം. ഇറച്ചി എടുത്തിട്ടാണ് കഴിക്കണമെങ്കിൽ ഇറച്ചിയാണ് എടുക്കണം എന്നുള്ള ബോധം വേണം. ചപ്പാത്തിയാണ് എടുക്കണമെങ്കിൽ ചപ്പാത്തി എടുക്കണമെന്ന് ബോധം വേണം. ഹോട്ടലിൽ പോയിട്ട് മീൽസ് എന്ന് പറഞ്ഞ സാധനം കഴിച്ചിട്ടുണ്ടാ? കുറെ പ്ലേറ്റിൽ ഒന്നായിട്ട് വിളമ്പി തരും. ഒരു പ്ലേറ്റിൽ അച്ചാറ്, ഒരു പ്ലേറ്റിൽ ചമ്മന്തി, ഒരു പ്ലേറ്റില് കറി, ഇങ്ങനത്തൊക്കെ പാടുള്ള സാധനം വെച്ചിട്ടുള്ള ഒന്നിന് പായസം ഉണ്ടാവും. അപ്പൊ ശ്രദ്ധിക്കാതെ പായസം ചോറ്റക്ക് കറിയുടെ കൂടെ ഒഴിക്കും. ശ്രദ്ധിക്കാനുള്ള ഒരു പ്രശ്നമാണ്. പായസത്തൊക്കെ കഴിഞ്ഞിട്ട് തിന്നാനുള്ളതാണ്, അല്ലെങ്കിൽ കുടിക്കാനുള്ളതാണ്. ചില പായസം കുടിക്കാനും ചില പായസം വാരി തിന്നാനും ഉണ്ടാവും. അപ്പോൾ ശ്രദ്ധയില്ലാതെ ഒരു കാര്യവും ചെയ്യരുത്. ശ്രദ്ധയില്ലാതെ ഒരു കാര്യവും ചെയ്യരുത്. ശ്രദ്ധിച്ചിരുന്നു വേണം ചെയ്യണം. മാത്രമല്ല, നമ്മൾ ശ്രദ്ധിച്ചിരുന്ന് ചെയ്യുമ്പോഴാണ് ഭക്ഷണം, അതിന്റെ അറബി ഭാഷയിലുള്ള സാധാരണ ഉസ്താദന്മാരൊക്കെ പറയും, നിസ്കാരത്തെ കുറിച്ച് പറയുമ്പോൾ ഖുശൂവും ഖുദൂവും വേണം എന്ന് പറയാറുണ്ട്. നിങ്ങൾക്ക് എത്ര ആൾക്കാർക്ക് ആ വാക്ക് പഠിച്ചിട്ടുണ്ടെന്ന് അറിയില്ല. ഖുശൂവും ഖുദൂ രണ്ട് നല്ല പ്രധാനപ്പെട്ട വാക്കുകളാണ്. ഖുശൂ എന്ന് പറഞ്ഞാൽ ഒരു ഭയവുമായി ബന്ധപ്പെട്ട ഒരു വാക്കാണ്. ഖുദൂ എന്ന് പറഞ്ഞാൽ ഒരു താഴ്മയും വിനയവുമായി ബന്ധപ്പെട്ട ഒരു വാക്കാണ്. അതോ നിസ്കരിക്കുമ്പോൾ നല്ല ശ്രദ്ധിച്ച് നിസ്കരിക്കണമെന്നാണ് പറയുന്നത്. എല്ലാ വിഷയത്തിലും ഈ ഖുശൂവും ഖുദൂവും വേണം. ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങൾ വലിയൊരു പ്രശ്നം, നിങ്ങളെ ശല്യം ഒഴിവാക്കാൻ വേണ്ടി വാപ്പയമ്മയൊക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ ടി വി വെച്ചുതരും. നിങ്ങളിങ്ങനെ ചിലപ്പം വെറുതെ ഇരിക്കാൻ കഴിയാത്ത കുറെ ആൾക്കാരുണ്ടാവും. മിക്കവാറും ആൾക്കാർക്ക് വെറുതെ ഇരിക്കാൻ കഴിയില്ല. ചിലപ്പോൾ ഒരു ഗ്ലാസ് പൊട്ടിക്കണം, അല്ലെങ്കിൽ അവിടുന്ന് വലിച്ചിടണം, അവിടുന്ന് ഇവിടുന്ന് അങ്ങോട്ടിടണം, അല്ലെങ്കിൽ അതൊന്ന് ഓഫാക്കിയിട്ട് ഓണാക്കി വെക്കണം. വെറുതെയെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ നമുക്കൊക്കെ നല്ല ഇഷ്ടമല്ല. വെറുതെ ഇങ്ങനെ ഇരുന്നിട്ട് മുറ്റത്ത് നിന്നാലും ഒരു ചെടിയാണെങ്കിൽ അങ്ങനെ പിച്ച് പറിച്ചിടണം, ഒരു പൂ കിട്ടിയാലും അങ്ങനെ പിച്ച് പറിച്ചിടണം, ഒരു റേഡിയോ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അതിന്റെ സ്ക്രൂ ഒന്ന് അയച്ചു നോക്കണം. നമുക്കിങ്ങനെ ഉള്ള കുറെ വിക്രസുകൾ നമ്മളെ കയ്യിലുണ്ടാവും. അപ്പൊ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി ഇമ്മി വാപ്പി എന്ത് ചെയ്യും? നമുക്ക് ടി വി ഓണാക്കി തരും, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഓണാക്കി തരും. എന്നാ അയിമ കുറെ നേരം ശല്യം ഒഴിവായി കിട്ടിയോ എന്ന് വിചാരിച്ചു. ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വെച്ചെന്നാലും കഴിക്കരുത്. കാരണം നിങ്ങൾ ഒരുപാട് തരത്തിലുള്ള രോഗങ്ങളുടെ വളരെ അടിസ്ഥാനപരമായ ഒരു കാരണം ശ്രദ്ധയില്ലാതെ ഭക്ഷണം കഴിക്കുന്നത് കൊണ്ടാണ്. നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന്റെ എഫക്റ്റ് നമുക്ക് കിട്ടൂല.
അപ്പൊ ഭക്ഷണം കഴിക്കാനും സമയം വേണമെന്നാണ് ഞാൻ പറഞ്ഞത്. കുറച്ച് സമയം അതിനു വേണ്ടി നീക്കി വെക്കണം. ഭക്ഷണം കഴിക്കാനും കുറച്ച് സമയം നീക്കി വെക്കണം. കുറച്ച് സമയം പഠിക്കാൻ വേണ്ടി നീക്കി വെക്കാം. വളരെ കുറച്ച് സമയമായാലും കുറച്ച് കൂടുതൽ സമയമായാലും നിങ്ങൾ ഓരോരുത്തർക്കും ഇരിക്കാൻ കഴിയുന്ന, കുറച്ചു നേരം അടങ്ങിയിരിക്കാൻ കഴിയുന്ന സമയം മാത്രം നിങ്ങൾ പഠിക്കാൻ നീക്കി വെച്ചാൽ മതി. ഇപ്പൊ തന്നെ ഇരുന്നിട്ട് വിഷമം തോന്നുന്ന കുറെ ആൾക്കാരുണ്ട്. ഉസ്താദ് ചീത്താരെന്ന് വിചാരിച്ചിട്ട് എണീറ്റ് പോവാത്ത കുറെ ആൾക്കാർ ഇതിലിങ്ങനെ ഇരിക്കുന്നുണ്ടാവും ഇല്ലേ? ഒന്നൊന്ന് പോവാൻ, അല്ലെങ്കിൽ ഓനൊന്ന് തോണ്ടാന്, ഓന്റെ തൊപ്പി ഒന്നും ഇങ്ങോട്ട് എടുക്കാന്, ഇങ്ങനെ തോന്നുന്ന കുറെ ആൾക്കാരുണ്ടാവും അല്ലേ? അങ്ങനെ തോന്നി തുടങ്ങും. നമ്മൾ കുറച്ചേരം അങ്ങനെ ഇരിക്കുമ്പോഴേക്ക് നമുക്കിങ്ങനെ അസ്വസ്ഥത ഇങ്ങനെ കൂടിക്കൂടി വരും. ചിലപ്പോ നമ്മൾ പഠിക്കുമ്പോ നമ്മളെ പഠനം നിർത്തിവെച്ചിട്ട് വേറെ ആളെ പഠനം ഇങ്ങനെ ഓന് ഷുവറായിട്ട് നിന്ന് പഠിക്കുമ്പോൾ ഓന്റെ പുസ്തകം ഒന്നൊന്ന് മടക്കി വെക്കുക, ഓനൊന്ന് പിന്നിൽ പോയിട്ടൊന്ന് പിച്ചുക, അല്ലെങ്കിൽ ഇപ്പുറത്തൊന്നും തോണ്ടിയിട്ട് മാറിക്കുക, ഇങ്ങനൊക്കെ ഇങ്ങനെ താല്പര്യം നമുക്കുണ്ടാവും. എന്ന് പറഞ്ഞാൽ നമുക്കൊരു സ്ഥലത്ത് അടങ്ങി ഒതുങ്ങി ഇരിക്കാൻ വളരെ പ്രയാസമാണ്. ഒരു സ്ഥലത്ത് ഇരുന്ന് എത്ര ആൾക്ക് നിങ്ങൾക്ക് ബെഞ്ചിന്റെ അടുത്തും മേശന്റെ അടുത്തും ബോർഡിന്റെ അടുത്തൊക്കെ പോയതിന് കുറെ ആൾക്കാർക്ക് അടിയിട്ടില്ല, ഉസ്താന്റെ ഒന്നും മാസിന്റെ ഒന്നൊക്കെ അവിടെ ഇരിക്കൂല, വേഗം ബോർഡിന്റെ അടുത്തും ഇങ്ങനെ പോയിക്കും. അപ്പൊ ഒന്ന് കിട്ടും, പിന്നെ ഇങ്ങോട്ട് വന്നിരിക്കും. പിന്നെ ഓന് കുറച്ചേരം കൂടി ഇരിക്കുമ്പോഴത്തേനും ഓന് വിഷമം തോന്നും. അപ്പൊ ഒന്നും കൂടി ബോർഡിന്റെ അടുത്ത് പോയിക്കും, പോയിരിക്കടാന്ന് പറഞ്ഞിട്ട് അപ്പൊ ഓനക്ക് അടിയിട്ടു. അങ്ങനെ ഒന്ന് അവിടെ ഇരിക്കടാന്ന് പറഞ്ഞിട്ട് ഇരുത്തിയിട്ടുണ്ടാവും. അപ്പോഴേക്ക് നമ്മളവിടെ നിന്ന് എണിച്ചിട്ടുണ്ടാവും. ഇങ്ങനെയൊക്കെ നമുക്ക് അടങ്ങി ഒതുങ്ങിയിരിക്കാൻ വളരെ പ്രയാസമായതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് നമുക്കൊരു കാര്യം മനസ്സിലാക്കി ബോധത്തോടെ ഇരിക്കാനുള്ള കുറച്ച് സമയം നമ്മൾ വായിക്കാനും പഠിക്കാനും വേണ്ടി ചെലവഴിക്കാനുണ്ട്. എല്ലാ ആളുകൾക്കും, ഇത് വലിയ ആളുകൾ മുതൽ ചെറിയ ആളുകൾ വരെ എല്ലാവർക്കും ഉള്ളതാണ്. 4 മണിക്കൂർ ഇരുന്ന് വായിക്കുന്നു വിചാരിച്ചിട്ട് പഠിക്കാനൊന്നും ഇരിക്കേണ്ട ആവശ്യമില്ല. 4 മണിക്കൂർ പഠിക്കാൻ, തുടർച്ചയായിട്ട് പഠിക്കാൻ ഇരിക്കാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ഇരിക്കാൻ പാടില്ല. 10 മിനിറ്റ് നിങ്ങൾ തുടർച്ചയായിട്ട് ഇരുന്ന് വായിക്കും, 5 മിനിറ്റ് തുടർച്ചയായിട്ടിരുന്ന് വായിക്കും. ഏത് ഡിഗ്രി പഠിക്കുന്ന ആളുകളോടുമുള്ള ഒരു ചെറിയ പഠനത്തിന്റെ വളരെ ചെറിയ ഒരു ടെക്നിക്കാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ശ്രദ്ധിച്ച് പഠിക്കാൻ പറ്റുന്ന ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ ഇരുന്ന് വായിക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആരെങ്കിലും തോണ്ടണമെങ്കിൽ പോയി തോണ്ടി വരാം, ആരെങ്കിലും പുസ്തകം മടക്കണമെങ്കിൽ പുസ്തകം മടക്കി വരാം. ഒന്നെന്ന് കിട്ടണ നിങ്ങൾ വാങ്ങിച്ചോളേണ്ടിട്ട് അതിന് പുസ്തകം പറഞ്ഞിട്ട് ചെയ്താന്ന് പറയാൻ നിൽക്കണ്ട. അപ്പോ അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഒരു മാങ്ങക്കറി ഉണ്ടെങ്കിൽ മാങ്ങക്കൊക്കെ എറിഞ്ഞു വന്നിട്ട് രണ്ടാമത് കുറച്ചു നേരം 10 മിനിറ്റ് ശ്രദ്ധയോടെ ഇന്ന് പഠിക്കാം. അപ്പൊ തിന്ന മാങ്ങനെ കുറിച്ച് ആലോചിക്കരുത്. അപ്പൊ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നമുക്ക് സാധിക്കണം. ഞാൻ പറഞ്ഞത് ദിവസവും പഠനം നടത്തുന്ന ആളുകളെന്ന രീതിയിൽ നമുക്ക് പഠനത്തിനു വേണ്ടി നമ്മൾ ചെയ്യുന്ന നമ്മുടെ ജീവിതം ഇപ്പോ 10 വയസ്സും 9 വയസ്സും മരുമക്കാവണനാരണ്യവന തീർത്തൊരേ പൊന്നിതിയെ മാനസൂന്റെ കണിയെ മഹിമപൂന്തരവാട് ഹശിം കുടുംബം വന്നു തിരിച്ചോ വാർമഴവിൽ നിന്നൊളിയേ യാ
റസൂലേ അസ്സലാം യാ ഹബീബേ വസ്സലാം ബദറൊളി തോന്നുമ പുന്നാര പൂമുഖം കാണാൻ വന്നുള്ളോ കജബല്ലോ ബദരടി മുടിലെങ്കി നുബുവത്തിൻ തിലകവും മിഴിയിൽ സുർബയും തെളിവല്ലോ മസ്റൂറായ മദീനിൻ മാർഗം തെളിച്ചു മഹ്ബൂബിൻ മാർഗമെല്ലാരും ഗമിച്ചു മഹ്ശൂഖായി പുകഴും വരിച്ചു യാ റസൂലേ അസ്സലാം യാ ഹബീബേ വസ്സലാം അരുമക്ക മണലാരണ്യത്തിൽ നിലാവ എന്താണ് തള്ളക്കൈയിലുള്ളടത്ത് കുഞ്ഞു കയ്യിൽ എന്തിനാ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടാവും. അപ്പൊ ഇതിന്റെ ഇടയിൽ ഞാനിപ്പോ വലിയ ആളാ, ഞാനിപ്പോ ചെറിയ ആളാ എന്നുള്ള വലിയൊരു സംശയം നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാവും. വലിയവരൊക്കെ നിങ്ങൾ അങ്ങനെ കുട്ടികളായി കാണാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ അള്ളാഹു നമ്മെ വലിയ ആളുകളായിട്ടാണ് കാണുന്നത്, അല്ലെങ്കിൽ വലിയ ആളുകൾ ആകാൻ പോകുന്നവരായിട്ടാണ് കാണുന്നത്. നിങ്ങൾ എന്ത് പഠിക്കുമ്പോഴും പഠിച്ചിട്ടുണ്ടാവും, നിസ്കാരം ആർക്കാ നിർബന്ധം? പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള ആളുകൾക്ക്. താടി നരച്ച അല്ലെങ്കിൽ മീശൊക്കെ വെച്ച ആൾക്ക് അവിടെ പറഞ്ഞില്ലല്ലോ. പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള ആളുകൾക്ക്. ബുദ്ധിങ്ങൾക്കൊക്കെ ഉണ്ടല്ലോ. പ്രായപൂർത്തിയാവാന്ന് പറഞ്ഞാൽ ഒരു 12-13 വയസ്സിലൊക്കെ ആവും. ഏറി വന്നാൽ 15 വയസ്സിനുള്ളിലാവും. അപ്പൊ നമ്മളൊരു 7ാം ക്ലാസ് 8ാം ക്ലാസ് 9ാം ക്ലാസ് ഒക്കെ ആവുമ്പോ നമ്മൾ പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള ആൾക്കാരെ ഉണ്ട്. അള്ളാന്റെ കണക്കിൽ നമ്മൾ വലിയ ആളാണ്. വാപ്പിയും ഉസ്താവും ഉമ്മയും നാട്ടുകാരും ഒക്കെ നമ്മളെ ചെറിയ കുട്ടികളാക്കിയാലും അള്ളാന്റെ കണക്കിൽ നമ്മൾ ഉത്തരവാദിത്തമുള്ള ആളാണ്. നമ്മൾ ചെയ്യണേനും പറയണേനൊക്കെ കൂലിയുണ്ട്, തെറ്റ് ചെയ്താൽ ശിക്ഷയുണ്ട്. അങ്ങനെ നമ്മൾ എപ്പോഴും ആലോചിക്കണം. 12, 13, 14 വയസ്സൊക്കെ ആയി തുടങ്ങുന്ന വിദ്യാർത്ഥികൾ മുതൽ, പ്രത്യേകിച്ചും ഈ കൺഫ്യൂഷൻ ഉണ്ടാകുമ്പോൾ ഇന്നത് 20 വയസ്സാകുന്നത് വരെയാണ്. അവിടെ നമ്മൾ വളരെ പ്രധാനമായി ആലോചിക്കേണ്ട ഒരു സംഗതി, നമ്മൾ വലിയ ആളുകളാണെന്നാണ്. വലിയ ആളുകളാണ്. ഞാൻ പറഞ്ഞത് മനസ്സിലാവാത്ത ആളുകൾക്ക് ഈ ചെറിയ കുട്ടികൾ ചെയ്യണ പോലെ കളിക്കും, തോണ്ടും, പിച്ചൊക്കെ ചെയ്യാം. അല്ലാത്ത ആൾക്കാർ മുഴുവനും എന്നെ ശ്രദ്ധിച്ചിരിക്കണം. അതിന്റെ ഇടയിൽ കളിക്കും തോണ്ടൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് തോണ്ട. ഞാൻ അത്ര പ്രായം ആയിട്ടുള്ളൂ എന്ന് ഞാനിങ്ങനെ വിചാരിക്കും. അത്ര വലിയ ആൾക്കാർ കളിച്ചാല് ഓനക്കും അത്ര പ്രായം ആയിട്ടുള്ളൂ എന്ന് ഞാൻ വിചാരിക്കും. ചെറിയ കുട്ടികൾക്ക് കളിക്കാൻ അനുവാദമുണ്ട്. അപ്പോ ഞാൻ പറഞ്ഞു തരുന്നത്, നമ്മൾ വലിയ ആളുകളാണ്, അല്ലെങ്കിൽ വലിയ ആളുകളാകാൻ പോകുന്നവരാണ്. നമ്മളെ പ്രായത്തിലുള്ള ആളുകൾ ലോകത്ത് വലിയ വലിയ അത്ഭുതങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. 9 വയസ്സുള്ള ഒരു കുട്ടി 10 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. പുസ്തകങ്ങൾ എഴുതാന്ന് പറഞ്ഞാല് നമ്മളൊരു ഹോംവർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ട് എന്താണ്? സാറൊരു കണക്ക് തന്നിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം എഴുതിക്കൊണ്ടുപോകാൻ നമുക്ക് എത്ര മടിയുണ്ട്. 9 പുസ്തകങ്ങൾ കണ്ടില്ല. ഒരാൾക്കാരുടെ പുസ്തകം ഇങ്ങനെ പേരും അതിന്റെ അടിയിൽ ആളുടെ പേരൊക്കെ എഴുതിയിട്ട് ഇങ്ങനെ പുസ്തകം, ലൈബ്രറി പുസ്തകമൊക്കെ കിട്ടൂല. അങ്ങനത്തെ 9-10 പുസ്തകം എഴുതിയ 9 വയസ്സുകാരായ കുട്ടികളുണ്ട്. ഇന്ത്യയിൽ ഇസ്ലാമികമായ ഭരണം ആദ്യമായി കൊണ്ടുവന്ന ആൾ ആരാണെന്നറിയാമോ നിങ്ങൾക്ക്? അറിയോ? ഇന്ത്യയിൽ ആദ്യമായി ഇസ്ലാമിക ഭരണം കൊണ്ടുവന്ന ആൾ, നിങ്ങൾ സമസ്തന്റെ കലാമേളക്കൊന്നും പോയില്ല? അരമരുമാളാണ്. കേരളത്തിൽ നിന്ന് ആദ്യമായി മക്കയിൽ പോയി ഇസ്ലാം മതം സ്വീകരിച്ച ആൾ. അയാൾ ഒരു രാജാവായിരുന്നു. സാമൂതിരി രാജാവ് മുസ്ലിമായതായിട്ട് ഇതുവരെ അറിഞ്ഞിട്ടില്ല. പറഞ്ഞോളെ. മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു എന്ന സഹാബിയാണ് കേരളത്തിൽ ആദ്യമായി മക്കയിൽ നിന്ന് ഇങ്ങോട്ട് കടന്നുവന്ന് ഇസ്ലാമിക പ്രചരണം നിർവഹിച്ചത് കേരളത്തിലായിരുന്നു. ഇന്ത്യയിൽ ആദ്യമായി ഇസ്ലാമിക ഭരണം കൊണ്ടുവന്ന ആളുടെ പേര് മുഹമ്മദ് ബിൻ ഖാസിം എന്നാണ്. മുഹമ്മദ് ബിൻ ഖാസിം. ഹജ്ജാജ് ബിൻ യൂസുഫ് എന്ന ഭരണാധികാരിയുടെ കാലത്താണ്
അദ്ദേഹം സിന്ധ് വഴി ഇന്ത്യയിലെ ഉത്തരേന്ത്യയിലെത്തുന്നത്. അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞു വരുന്നത് അദ്ദേഹത്തിന് 12 വയസ്സായിരുന്നുവെന്നും 14 വയസ്സായിരുന്നുവെന്നും 18 വയസ്സായിരുന്നുവെന്നും ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ 12 വയസ്സായ നിങ്ങളുടെ പ്രായത്തില് ബഗ്ദാദിൽ നിന്ന് കുതിരപ്പുറത്ത് ഒരുപാട് സൈന്യങ്ങളെ ഒപ്പം കൂട്ടി ഇന്ത്യ എന്ന് പറയുന്ന വലിയ ഒരു രാജ്യത്ത് വന്ന് ഇവിടെ ഉള്ള ആളുകൾക്ക് ഇസ്ലാമിനെ പറഞ്ഞു കൊടുക്കുന്ന ഒരു അവസ്ഥയിൽ എന്നായിരുന്നു. അത്രയും അങ്ങനെയൊക്കെ ചെയ്യാൻ നിങ്ങളുടെ പ്രായത്തിൽ പറ്റും എന്നാണ് ഞാൻ പറഞ്ഞത്. മുഹമ്മദ് ഗസ്നി എന്ന് പറയുന്ന ഇന്ത്യയിലേക്ക് വന്ന മറ്റൊരു ഭരണാധികാരിയും അതേ പ്രായക്കാരനായിരുന്നു. ഇപ്പൊ ലോകത്തെ ഏറ്റവും വലിയ, അത് കുറച്ചും കൂടി വലിയ ആൾക്കാരോടാണ് ചോദ്യം, ലോകത്തെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യം ഏതാണ്? ചൈനയാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള. അതിനേക്കാളും ജനസംഖ്യയുള്ള ഒരു രാജ്യം എന്ന് ചോദിക്കാറുണ്ട്. അതിനൊരു ഭൂമിയൊന്നുമില്ലെങ്കിലും ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം എന്ന് പറയപ്പെടാറുണ്ട്, എന്ന് ചോദിക്കാറുണ്ട്. അതേതാ പറയാൻ പറ്റും? ഇതൊരു വെർച്വൽ വേൾഡാണ്. ഫേസ്ബുക്കാണ് സംഭവം. ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഇപ്പോഴത്തെ രാജ്യം ഫേസ്ബുക്കാണ്. ഫേസ്ബുക്ക് കണ്ടുപിടിച്ചത് ആരാ പറയാൻ പറ്റും? വലിയവർക്കൊന്നും അറിയില്ല. ഫേസ്ബുക്ക് കണ്ടുപിടിച്ചത് ആരാണെന്നറിയാം? ആർക്കും അറിയില്ല. സുക്കർബർഗ് എന്ന് പറഞ്ഞിട്ട് ഒരാളാണ്. ഇപ്പൊ കേട്ടില്ല? അയാള് ഈ സാധനം ഉണ്ടാക്കുമ്പോ, അഥവാ അയാളിന്ന് ലോകത്ത് കോടീശ്വരനാണ്. അയാളിത് ഉണ്ടാക്കുമ്പോ അയാൾക്ക് 17-18 വയസ്സാണ്. 17-18 വയസ്സിൽ ഉണ്ടാക്കണമെങ്കിൽ 10-12 വയസ്സാകുമ്പോൾ അയാൾ ഇതിനെ കുറിച്ച് ആലോചിക്കണ്ടേ? ഉസ്മാനിയ സാമ്രാജ്യം എന്ന് പറയുന്ന 600 വർഷക്കാലത്തോളം മുസ്ലിമീങ്ങൾ വലിയ ഒരു സാമ്രാജ്യം നിർമ്മിച്ചിരുന്നു തുർക്കി എന്ന് പറയുന്ന വലിയ രാജ്യത്ത്. ആ രാജ്യം തുടക്കം കുറിക്കുന്നത്, ആ രാജ്യം സ്ഥാപിക്കുന്നത് മുഹമ്മദുൽ ഫാത്തിഹ് എന്ന് പറയുന്ന ഒരു ഭരണാധികാരിയാണ്. മുഹമ്മദുൽ ഫാത്തിഹ് തുർക്കിയിലെ ഇസ്തംബൂൾ എന്ന് പറയുന്ന പ്രദേശമുണ്ടാക്കാൻ കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്ന ഒരു പഴയ ക്രൈസ്തവ നഗരം കീഴടക്കിയിട്ടാണ് ഇസ്തംബൂൾ എന്ന് പറയുന്ന ഇന്നത്തെ തുർക്കിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു നഗരം ഉണ്ടാക്കുന്നത്. അദ്ദേഹം അത് കീഴടക്കുമ്പോൾ അദ്ദേഹത്തിന് 18 വയസ്സാണ്. 18 വയസ്സിലാണ് അദ്ദേഹം 600 വർഷം നീണ്ടുനിന്ന വലിയ ഒരു ഇസ്ലാമിയ ഖിലാഫത്തിന് അദ്ദേഹം തുടക്കം കുറിക്കുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞത്, എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വയസ്സും പ്രായവും ആവണ്ട എന്നുള്ളതാണ്. നമ്മുടെയൊക്കെ പ്രായത്തിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും ചിന്തിക്കാനും പ്രവർത്തിക്കാനുമുണ്ട്. 2 കാര്യമാണ് ഞാൻ ഇപ്പോൾ ഇതുവരെ പറഞ്ഞത്. ഒന്ന്, നിങ്ങളൊക്കെ അള്ളാന്റെ കണക്കിൽ ഒന്നുകിൽ വലിയ ആളുകളാണ്, അല്ലെങ്കിൽ വലിയ ആളുകളാകാൻ പോകുന്നവരാണ്. 2, ഏറ്റവും നന്നായി പഠിക്കുകയും അറിവ് സ്വീകരിക്കുകയും അങ്ങനെ ഉന്നതമായ മേഖലയിലേക്ക് എത്താനുള്ള ഒരു അടിത്തറ, അതിനാവശ്യമായ മുന്നൊരുക്കങ്ങൾ ഒക്കെ നടത്തുകയും ചെയ്യേണ്ട ഒരു സമയമാണ്. ആ ഒരു രീതിയിൽ നമ്മളിപ്പോൾ കൃത്യമായി പഠനം നടത്തുകയും, സാധാരണ നമ്മൾ ചോദിക്കാറുണ്ട് ഒരു സംഗതി, നമ്മൾ എങ്ങനെയാണ് ഈ പഠന വ്യവസ്ഥകളെയൊക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള ഒരു സൗകര്യം, ഒരു ചിന്ത എന്താകണം? ആളുകൾ ചോദിക്കും, നിങ്ങളോടൊക്കെ ചോദിച്ചാല് നിങ്ങളൊക്കെ മുസ്ലിമീങ്ങൾ തന്നെയല്ല, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള വ്യക്തി ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും സഹാബത്തിന്റെയും ചരിത്രമൊക്കെ പഠിച്ചിട്ടുണ്ട്. ബദർ യുദ്ധത്തിന്റെ ചരിത്രം പഠിച്ചിട്ടുണ്ട്, ഉഹദ് യുദ്ധം പഠിച്ചിട്ടുണ്ട്, ഖന്തഖും ഹുനൈനും ഒക്കെ കേട്ടിട്ടുണ്ട്. നിങ്ങൾ നല്ല യോദ്ധാവായ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം കേട്ടിട്ടുണ്ട്. സലാഹുദ്ദീൻ അയ്യൂബി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? കുറെ ആൾക്കാർ കേട്ടിട്ടുണ്ട്, കുറച്ച് ആൾക്കാർ കേട്ടിട്ടില്ല. ഉമർ റളിയല്ലാഹു അൻഹുവിനെ കേട്ടിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു പറയുമ്പോ നിങ്ങൾക്ക് എന്താ ഓർമ്മ വരാ? നീതിമാനായ ഭരണാധികാരി. പിന്നെന്താ ഓർമ്മ വരാ? ഉമർ റളിയല്ലാഹു അൻഹു എന്ന് പറയുമ്പോൾ ധൈര്യശാലിയാണ്, നീതിമാനാണ്, ധൈര്യശാലിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊല്ലാൻ പോയ മനുഷ്യനാണ്, അല്ല? എന്നിട്ട് ഖുർആൻ കേട്ടു അവർക്ക്.
അങ്ങനെ ഒരുപാട് ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ട്. അതൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, നമുക്കിങ്ങനെ എല്ലാ ആൾക്കാർ പിന്നെ ഇതൊക്കെ പറഞ്ഞിട്ട് ചോദിക്കും, നിങ്ങൾക്ക് ഇസ്ലാമിന് വേണ്ടി മരിക്കാൻ നിങ്ങളൊക്കെ റെഡിയാണോ? ആണോ? അപ്പൊ ഞാൻ ആ ചോദിക്കുമ്പോഴത്തേന് കുറെ ആൾക്കാർക്ക് ബേജാറ്, ഇയാളിപ്പോ എന്തായിരിക്കും പറയാ, തീവ്രവാദം പറയാൻ പോകണോ അങ്ങനെയാണോ എന്നൊക്കെയുള്ള ബേജാറ് ഒരു ഭാഗത്തുണ്ടാവും. എന്നാലും നിങ്ങളൊക്കെ മരിക്കാൻ റെഡിയാണോ? ദീനിന് വേണ്ടിയിട്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടിയിട്ട് ഒക്കെ എല്ലാവരും റെഡിയാണ്. ഭയങ്കരമാണ് അല്ലേ? ഭയങ്കര എളുപ്പല്ലേ? ആണോ? എങ്ങനെ മരിക്കാം? TV കാണണ്ടെന്ന് പറഞ്ഞതിന് കുട്ടികൾ പോയി മരിക്കുന്നുണ്ട്. പരീക്ഷ തോറ്റതിന് കുട്ടികൾ പോയി മരിക്കുന്നുണ്ട്. മരിച്ചാൽ പിന്നെ രക്ഷപ്പെട്ടല്ലോ എന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്. മരിച്ചാൽ പിന്നെ രക്ഷപ്പെട്ടല്ലോ എന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്. അതുകൊണ്ട് മരണം ആ ചോദ്യം നിങ്ങളോട് ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇസ്ലാമിന് വേണ്ടി മരിക്കാനല്ല, ജീവിക്കാൻ നിങ്ങളൊക്കെ തയ്യാറാണോ? ഇസ്ലാമിന് വേണ്ടി മരിക്കാൻ നിങ്ങളുടെ ജീവിതത്തിൽ എന്റെ ചോദ്യം നിങ്ങൾ ഉൾക്കൊള്ളണം. ഇസ്ലാമിന് വേണ്ടി നിങ്ങൾ ജീവിക്കാൻ തയ്യാറാണ്? ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് നല്ലത് എന്നതിനപ്പുറം എന്റെ ഇസ്ലാമിന്, എന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒക്കെയാണത് നല്ലതാകുന്നത്. എന്റെ ഉസ്താദിന്, എന്റെ മാതാപിതാക്കൾക്ക്, പ്രധാനമായും എന്റെ മതത്തിന് ഞാൻ നല്ല പോലെ ചെയ്താൽ. നിങ്ങൾ നേരത്തെ പറഞ്ഞ ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹുവിനെ കാണാൻ കിസ്റ രാജാവിന്റെ ഒരു ദൂതൻ വന്നു, ഒരാൾ പറഞ്ഞയച്ചു ഉമർ റളിയല്ലാഹു അൻഹുവിനെ കാണാൻ. അപ്പൊ അയാളുടെ നാട്ടിലൊക്കെ രാജാവ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ കൊട്ടാരത്തിൽ ഇങ്ങനെ താമസിക്കുക, ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വീശിക്കൊടുക്കാന്, ഒരുപാട് ആൾക്കാർ ഭക്ഷണം പാചകം ചെയ്ത് കൊടുക്കാന്, രാജാവ് എവിടേക്കെങ്കിലും പോണുണ്ട് എന്ന് അറിഞ്ഞാൽ തന്നെ ആ വഴിയിലൊക്കെ ഇങ്ങനെ പൂവ് വിതറും, രാജാവിന്റെ കാൽമ മുള്ളുത്തണ്ടാന്ന് വിചാരിച്ചിട്ട് പ്രദേശമൊക്കെ അലങ്കരിക്കും. എന്താ ഇവിടെ പ്രശ്നം? രാജാവ് വരണുണ്ടല്ലോ, രാജാവ് വരണുണ്ടല്ലോ. അങ്ങനെ ഭയങ്കര രാജാവ് പൂവും വരികയൊക്കെ ചെയ്യാം. രാജാവിനെ പറഞ്ഞാല് വലിയ കൊട്ടാരത്തിലൊക്കെയാണ്. അങ്ങനെ അയാൾ, അങ്ങനത്തെ രാജാവിനെ മാത്രം കണ്ടിട്ട് പരിചയമുള്ള ഒരാൾ, അയാളുടെ ദൂതൻ ഉമർ റളിയല്ലാഹു അൻഹുവിനെ കാണാൻ വന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിനെ കാണാൻ വന്നിട്ട് ഇങ്ങനെ മദീനയിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. ആളുകളോട് ചോദിച്ചു, കിസ്റയെയും കൈസറിനെയും ഒക്കെ പേടിപ്പിക്കുന്നു, ഞങ്ങൾക്കൊക്കെ ഉമർ ഇബ്നുൽ ഖത്താബ് എന്ന് കേട്ടാൽ ഞങ്ങൾക്ക് പേടിയാണ്. ഞങ്ങളുടെ രാജ്യത്തെ ആളുകളെയൊക്കെ കീഴടക്കുന്ന, ലോകത്തുള്ള ഒരുപാട് ഭരണാധികാരികളുടെ സൈന്യത്തെ യുദ്ധം ചെയ്ത് പരാജയപ്പെടുത്തിയ ആ വലിയ രാജ്യത്തിന്റെ അധിപനായ ഉമറുൽ ഫാറൂഖ് എന്ന് കേൾക്കുമ്പോൾ, ധൈര്യശാലിയായ മനുഷ്യന്റെ പേര് കേൾക്കുമ്പോൾ ഞങ്ങൾക്കൊക്കെ പേടിയാണ്. ഉമറിന്റെ കൊട്ടാരം എവിടെയാണ്? അങ്ങനെയല്ല, ഭരണാധികാരിയുടെ കൊട്ടാരം എവിടെയാണ്? അപ്പോൾ ആളുകൾ പറഞ്ഞു, നിങ്ങൾ ഇതെങ്ങനെ പോയോക്കെ, ഇതികൂടെ പോയിരുന്നു ഇപ്പൊ ഭരണാധികാരി, ചിലപ്പോ അവിടെ എവിടെയെങ്കിലും ഉണ്ടാവും ഒരാൾ. അപ്പൊ വന്ന ആൾക്ക് വലിയ അത്ഭുതം, അവരുടെ നാട്ടിൽ രാജാവ് ഈ വഴിയിലൂടെ എങ്ങനെയാണ് പോയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവിടെ മുഴുവൻ പൂവുണ്ടാവും. ആൾക്കാരൊക്കെ അംഗരക്ഷകരും പിന്നെ കുതിരപ്പടയാളികളും ഒക്കെ ആൾക്കാരിങ്ങനെ നിൽക്കുന്നുണ്ടാവും. കാരണം രാജാവ് പോയതല്ലേ, അപ്പൊ അവിടെ അങ്ങനെ അതിന്റെ ബാക്കിയൊക്കെ ഇങ്ങനെ ഉണ്ടാവും. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അവിടെയൊക്കെ കണ്ടില്ല, ഞങ്ങൾ ചിഹ്നങ്ങളൊക്കെ കണ്ടില്ല, ഒന്ന് കഴിഞ്ഞാൽ അതിന്റെ അടയാളം കാണൂല, കുറെ ചിഹ്നം തൂക്കിയിട്ടും കുറെ അങ്ങനെട്ടൊക്കെ ഇങ്ങനെ കാണൂല. പ്ലേറ്റും ബാക്കിയും കുറെ എല്ലോ തിന്നാൻ കുറെ നായക്കളുണ്ടാവും. എന്തായിരുന്നു അവിടെ ഒരു കല്യാണം ഉണ്ടായിരുന്നു എന്ന് പറയും. അപ്പൊ കല്യാണം കഴിഞ്ഞെന്നുള്ളതിന്റെ അറിയിപ്പാണ് ആ ആൾക്കാർ പറഞ്ഞു ചെയ്യുന്നത്. കുറെ പോയപ്പോ ഒരു മനുഷ്യൻ ഒരു മരത്തിന്റെ ചോട്ടിൽ കിടന്നുറങ്ങുന്നുണ്ട്. ഒരു ചെറിയ ഈത്തപ്പനയുടെ ഓല വിരിച്ച് അതിൽ കിടന്നുറങ്ങുന്നു. ശരീരത്തിൽ മുഴുവൻ കീറിപ്പറഞ്ഞ വസ്ത്രമാണ് ഇട്ടിട്ടുള്ളത്. അയാൾ വിളിച്ചോണ്ട് തിരിച്ചു ചോദിച്ചു, ഉമറുൽ ഫാറൂഖിന്റെ കൊട്ടാരം എവിടെയാണ്? അപ്പൊ ഞാൻ തന്നെയാണ് ഉമറുൽ ഫാറൂഖ്. അപ്പൊ ഇയാൾക്ക് ആകെ ഞെട്ടില്ല. ഇയാളിങ്ങനെ വലിയൊരു കൊട്ടാരം, അതിന്റെ ഇടയിൽ കുറെ അംഗരക്ഷകർ, പിന്നെ വലിയ സിംഹാസനം, രാജാവിന് ചുറ്റവും വീശിക്കൊടുക്കാൻ ഒരുപാട് പരിചാരകന്മാരും
അങ്ങനെയൊക്കെയുള്ള വലിയ ഇങ്ങനെ മനസ്സിലിങ്ങനെ കരുതിയിട്ട് ഇങ്ങനെ വന്നാണ്. അപ്പോ മരുഭൂമിയിൽ ഇങ്ങനെ റോഡ് സൈഡിൽ മരത്തിന്റെ ചോട്ടില് ഒരു ഈത്തപ്പനയുടെ ഓലയുടെ മുകളിൽ കീറിപ്പറിഞ്ഞ തുന്നിക്കൂട്ടിയ ഒരു വസ്ത്രവും എടുത്തിട്ട് കിടന്നുറങ്ങണ ഒരാൾ പറയാണ്, ഞാനാ ഭരണാധികാരി, ഞാനാണ് ഈ രാജ്യത്തിന്റെ ഭരണാധികാരി, നിങ്ങൾ എന്നെ കളിയാക്കൊന്നും വേണ്ട, ഞാൻ കിസ്രയെയും കൈസറിനെയും വിറപ്പിക്കുന്ന ഉമറുൽ ഫാറൂഖിനെ കാണാൻ വന്നതാണ്, ഞാൻ തന്നെയാണ് മനുഷ്യ ഉമറുൽ ഫാറൂഖ്. അപ്പൊ ഭാഗ്യത്തിന് വേറൊരാൾ വന്നിട്ട് അസ്സലാമു അലൈക്കും യാ അമീർ അൽ മുഅ്മിനീൻ എന്ന് പറഞ്ഞു. അപ്പൊ ഇയാൾ ആകെ ഞെട്ടി. ഇയാൾ പറഞ്ഞു ഒരു വാക്ക്, അറബി അറിയുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാകും, ഹക്കംത ഫഅദൽത ഫഅമിൻത ഫനിംത യാ ഉമർ. ഹക്കംത, ഹാക്കിം ഭരണാധികാരിയാണ്. ഹക്കംത, നിങ്ങൾ വിധി പറഞ്ഞു, നിങ്ങൾ ഭരണം നടത്തി, നിങ്ങൾ വിധി പറഞ്ഞു. ഫഅദൽത, അപ്പോൾ നിങ്ങൾ നീതിപൂർവം വിധി പറയുകയും ഇങ്ങനെ ചെയ്യുകയും ഒക്കെ ചെയ്തു. ഫഅമിൻത, അപ്പോൾ നിങ്ങൾക്ക് നിർഭയമായി. ഫനിംത യാ ഉമർ. ഉമർ റളിയല്ലാഹു അൻഹു രാജാക്കന്മാർക്ക് ഇങ്ങനെയൊക്കെ ജീവിക്കാമായിരുന്നിട്ടും ഒരു മുസ്ലിമായി ജീവിക്കേണ്ടത് ഇങ്ങനെയാണ് എന്ന് ജീവിച്ചു കാണിച്ചു കൊടുത്തപ്പോൾ അത് ഇസ്ലാമിന് അത് ഇസ്ലാമിന് വേണ്ടി മരിക്കല്ല, ജീവിക്കാൻ വേണ്ടി തയ്യാറായപ്പോ ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇതിന് ഒരുപാട് തരത്തിലുള്ള കഷ്ടപ്പാടുകളും പ്രയാസവും വേണം. മരിക്കാൻ ഞാൻ പറഞ്ഞു, മരിക്കാൻ എളുപ്പമാണ്. കുട്ടികൾ കളിച്ചിട്ട് വെറുതെ ഓരോ ഉണ്ടാക്കിയിട്ട് പത്രങ്ങളിൽ ഇതിലൊക്കെ വായിക്കുന്നുണ്ടെങ്കിൽ ചില ആൾക്കാർ ദേഷ്യം പിടിക്കുമ്പോഴത്തേനും പോയിട്ട് ആത്മഹത്യ ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് ജീവിതം അവസാനിപ്പിക്കുന്നു. കാരണം എന്താ, ഉമ്മാനോടുള്ള ദേഷ്യത്തിന്, പരീക്ഷ തോറ്റതിന്, അതേപോലത്തുള്ള ഒരു സംഗതിയാണിത്. നേരെ മറിച്ച് ഇസ്ലാമിന് വേണ്ടി ജീവിക്കാൻ തയ്യാറാകുന്ന കുറെ ആളുകൾ ലോകത്തുണ്ടാകുമ്പോഴാണ് ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾ ശരിക്കും നടക്കുക. ഇത് അതിനുള്ളൊരു സഹായകമാണ്. മദ്രസ പഠിക്കുക എന്നുള്ളത്, ദർസിൽ പഠിക്കുക എന്നുള്ളത്, സ്ഥാപനങ്ങളിൽ പഠിക്കുക എന്നുള്ളത് അതൊരു സഹായകം മാത്രമാണ്. കുറെ ആളുകൾക്ക് അത് അങ്ങനെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ എന്താ, സത്യം പറയേണ്ടി വരും, ഒരു ബുദ്ധിമുട്ടാണ്. ഇസ്ലാമിന് വേണ്ടി ജീവിക്കണമെങ്കിൽ സത്യം പറയേണ്ടി വരും. നമ്മളൊന്നും ഇങ്ങനെ ആലോചിച്ചാൽ മതി, നമ്മൾ എത്ര നുണ പറയണ്ടേ തമാശക്കും കളിയിലും പിന്നെ കാര്യത്തിലൊക്കെ ആയിട്ടെന്ന് ആലോചിച്ചാൽ മതി. ഒന്ന് ആലോചിച്ചാൽ മതി. മാഷ് പിറ്റേ ദിവസം പരീക്ഷ ഉണ്ട്, രാത്രി മുഴുവനും കളിച്ചിരുന്നിട്ട് കുട്ടികൾക്കൊന്നും 4 കുട്ടികൾക്കൊന്നും പഠിക്കാൻ പറ്റിയില്ല. അപ്പൊ പിറ്റേ ദിവസം രാവിലെ ഇവര് മാഷിന്റെ അടുത്തിട്ട് പോയിട്ട് ഒരു നുണ പറഞ്ഞു, സാറേ ഞങ്ങൾക്കൊന്നും പഠിക്കാൻ പറ്റിയില്ല, ഇന്നലെ രാത്രി ഒരു വണ്ടിയായിട്ട് ഒരു കല്യാണത്തിന് പോയിട്ട് വരുമ്പോ വണ്ടി അതിന്റെ ടയറ് പൊട്ടിയിട്ട് ഞങ്ങള് ഉന്തി കൊണ്ടുവന്ന് രാത്രി മുഴുവനും അങ്ങനെ ഉറക്കൊഴിച്ച കാരണം ഞങ്ങൾക്കൊന്നും പഠിക്കാൻ പറ്റിയില്ല, സാറേ ഞങ്ങളെ പരീക്ഷ ഒന്ന് നീട്ടിച്ചേരണമെന്നുണ്ട്. സാറ് പറഞ്ഞു ആയിക്കോട്ടെ, നിങ്ങൾക്ക് 4 ദിവസം കഴിഞ്ഞിട്ട് പരീക്ഷ നടത്താം. 4ാമത്തെ ദിവസം പരീക്ഷയ്ക്ക് വന്നപ്പോ സാറ് പറഞ്ഞു, നിങ്ങൾക്ക് 4 ആൾക്ക് 4 ക്ലാസ് റൂമിലാണ് പരീക്ഷ, ഓരോരുത്തരും ഓരോ ക്ലാസ് റൂമിലാണ്. ചോദ്യപേപ്പർ കിട്ടിയപ്പോ 2 ചോദ്യം മാത്രം ഉള്ളത്. ഒരു ചോദ്യത്തിന് 2 മാർക്ക്, നിങ്ങളുടെ പേരെന്ത്, 2 മാർക്ക്. 2ാമത്തെ ചോദ്യം, ഏതു ടയറായിരുന്നു പൊട്ടിയത്, 98 മാർക്ക്. 4 ആൾക്കാരും 4 ക്ലാസ് റൂമിലാണ്. അപ്പൊ എത്ര നുണ പറയണ്ടേ നമ്മള് ഒരു ഹോംവർക്ക് ചെയ്യാത്തതിനൊക്കെ. സത്യസന്ധത പാലിച്ചാലേ എന്താവുള്ളൂ, സത്യസന്ധത പാലിക്കണമെങ്കിലേ മുസ്ലിമായി ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. ചീത്ത പറയാൻ പറ്റൂല, ദേഷ്യം പിടിക്കാൻ പറ്റൂല എന്ന് തുടങ്ങി ചെറിയവർക്ക് മാത്രമല്ല വലിയവർക്കൊക്കെ മുസ്ലിം ആവണമെങ്കിൽ, ഇസ്ലാമിന് വേണ്ടി ജീവിക്കണമെങ്കിൽ ഇങ്ങനത്തെ കുറെ കാര്യം ചെയ്യണം. ഭക്ഷണം കഴിക്കുമ്പോൾ ശ്രദ്ധിച്ച് ഭക്ഷണം കഴിക്കണം, വേസ്റ്റ് ആക്കാൻ പറ്റൂല, നിലത്ത് വീണത് എടുത്ത് കഴിക്കണം, ചളിയൊക്കെ ഉണ്ടത് ഒഴിവാക്കിയിട്ട്. ഉമ്മാരും വാപ്പാരൊക്കെ എന്താ പറയാ, മോനെ അത് എടുക്കണ്ട, അവിടെ കിടന്നോട്ടെ, ഈ വേറെ വന്ന് എടുത്തോന്ന് പറയും. ഒരു ബിസ്ക്കറ്റ് നിലത്ത് വീണിട്ടുണ്ടെങ്കിൽ, ഒരു ചിപ്സിന്റെ കഷ്ണം നിലത്ത് വീണിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, അത് എടുക്കണ്ടെന്ന് പറയും അല്ലേ? നിങ്ങളോടൊക്കെ എടുക്കാനാ പറയല്, എടുക്കണ്ടെന്നാ പറയലേ? ചെറിയ കുട്ടികൾ പറയും, ഒരു കള്ളം പറയില്ല. നിലത്ത് ഭക്ഷണം വീണാല് ഉമ്മാരെന്താ പറയാ, അത് എടുക്കണം എന്നാ പറയാ, എടുക്കണ്ടെന്നാ പറയാ? ബാഗ് വാങ്ങിച്ച കുട്ടിയാ എടുക്കണമെന്നാ പറയാ, എടുക്കണ്ടെന്നാ പറയാ, എടുക്കണ്ടെന്ന് പറയാം, എടുക്കണ്ടെന്ന് പറയാം എല്ലാരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വലിയവരോടൊക്കെ അങ്ങനെ പറയാം, വലിയവരും അങ്ങനെ പറയാം, വലിയവരോടും അങ്ങനെ പറയാം, നമ്മളാരും എടുക്കൂല.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ വലഅതു ലുഖ്മത്തു അഹദിക്കും, നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു പിടി ഭക്ഷണം വീണുപോയാൽ അത് എടുക്കണം എന്നാണ് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ചോറ് കഴിക്കണ കൈ കൊണ്ട് നമ്മൾ ഗ്ലാസ് പിടിക്കൂല, മറ്റേ കൈ കൊണ്ടല്ലേ പിടിക്കായി മാവെന്ന് വിചാരിച്ചിട്ട്. എന്നാ ഡിസ്പോസിബിൾ ഗ്ലാസ് പറഞ്ഞിട്ടൊരു ഗ്ലാസ് ഉണ്ട്, എന്താ ഡിസ്പോസിബിൾ ഗ്ലാസ് എന്ന് പറഞ്ഞിട്ട് വെള്ളം കുടിക്കുന്ന, മറ്റേ നബിദിനത്തിനൊക്കെ വെള്ളം കുടിക്കുന്ന ഗ്ലാസ് ഇല്ല, കല്യാണത്തിനൊക്കെ വെള്ളം കുടിക്കണ ആ ഗ്ലാസ് പിന്നെ ആരും ഉപയോഗിക്കില്ല. അതിന് ഡിസ്പോസിബിൾ എന്ന് പേര് വെക്കാൻ കാരണം ഇനി ആരും ഉപയോഗിക്കില്ല. ഒരു പ്രാവശ്യം ഉപയോഗിച്ചാൽ പിന്നെ വലിച്ചെറിയാനുള്ളതെന്നാ. അത് കുടിക്കുകയാണെങ്കിൽ പോലും നമ്മൾ ഇടത്തെ കൈ കൊണ്ടാ കുടിക്കാം. എന്തു കാര്യത്തിനും വലത് കൈ കൊണ്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞു, അതിൽ കൂലിയുണ്ടെന്ന് പറഞ്ഞു. അത് ഇസ്ലാമിന് വേണ്ടിയുള്ള ഒരു ജീവിക്കലാണ്. ഒരു വലിയ പണ്ഡിതന്റെ വീട്ടിൽ ഒരു അമുസ്ലിമായ സുഹൃത്ത് ഭക്ഷണം കഴിക്കാൻ വന്നു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് അയാൾ പറഞ്ഞു, ഇന്നു മുതൽ ഞാൻ മുസ്ലിമാണ്. അപ്പൊ ആൾക്കാരൊക്കെ ചോദിച്ചു, നിങ്ങളെ ഓനെ നിർബന്ധിച്ചിട്ട് മാത്തു കൂട്ടിയോ, നിങ്ങളെ മുസ്ലിം ആവാൻ വേണ്ടി നിർബന്ധിച്ചോ എന്നൊക്കെ ചോദിച്ചപ്പോ അയാൾ പറഞ്ഞു, അങ്ങനൊന്നുമില്ല. പക്ഷെ അയാൾ ഭക്ഷണം കഴിക്കണ സ്റ്റൈല്, രീതി എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഭക്ഷണം കഴിക്കുന്ന സ്റ്റൈൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അയാള് കൈയൊക്കെ കഴുകി വളരെ ആദരവോടുകൂടി ഭക്ഷണത്തിന്റെ മുമ്പിലിരുന്ന് എന്തോ പ്രാർത്ഥനാ വചനം ഉരുവിട്ട്, അത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നാണ്. ഭക്ഷണം കഴിച്ച് ആവശ്യമുള്ളത് മാത്രം എടുത്ത് കഴിച്ചു. കയ്യിലൊന്നും ഭക്ഷണമൊന്നും ബാക്കിയുണ്ടായിരുന്നില്ല, കൈമേൽ എല്ലായിടത്തും ആക്കിയിട്ടില്ല. എങ്ങനെ കഴിക്കേണ്ടതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇസ്ലാമിന് വേണ്ടി ജീവിക്കുകയാണെങ്കിൽ വിരലുകൊണ്ട് ഭക്ഷണം കഴിക്കണം, ഇവിടെ ഒന്നും ആക്കരുത് എന്നാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. ഇങ്ങനെ ഇട്ടിട്ട് ഉരുട്ടി വരട്ടി വെക്കാൻ പാടില്ല, ആവശ്യമുള്ളതേ കഴിക്കാൻ പാടുള്ളൂ, വേസ്റ്റ് ആക്കാൻ പാടില്ല, ഭക്ഷണം പുറത്ത് കളയാൻ പാടില്ല, ചെറിയ ചെറിയ ഭക്ഷണത്തിന്റെ അംശങ്ങൾ പോലും നശിപ്പിക്കരുതെന്ന്. കാരണം മാരകമായ രോഗങ്ങൾക്ക് അതിൽ ശിഫയുണ്ടെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. നിലത്ത് വീണുപോയാൽ എന്തൊക്കെ ഭക്ഷണത്തിന്റെ അതിൽ ബർക്കത്തുണ്ടെന്ന് പറഞ്ഞു. ഇങ്ങനെയൊക്കെ ഭക്ഷണം കഴിച്ചാൽ ചവച്ചരച്ച് കഴിക്കണം എന്ന് പറഞ്ഞു. ചവച്ചരച്ച് കഴിക്കലുണ്ടോ? ഒറ്റ ഇഴലും ഒറ്റ വിഴുങ്ങലുമാണ്. നമ്മൾ ആലോചിക്കായിട്ടാണ് സംഭവം, ആലോചിക്കായിട്ടാണ്. ചവച്ചരച്ച് കഴിച്ചാല് വായിൽ നിൽക്കുമ്പോൾ മാത്രം ഭക്ഷണത്തിന് ടേസ്റ്റ് ഉള്ളത്, അല്ലേ? വായിൽ നിൽക്കുമ്പോൾ മാത്രമാണ് ഭക്ഷണത്തിന്. ഞാൻ ചെറിയൊരു കാര്യം പറയുന്നത്, ജീവിതത്തിൽ ഏതു കാര്യത്തിലും നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്. ചെറിയ ചിന്ത ചെലവാക്കണം. വായിൽ നിൽക്കുമ്പോൾ മാത്രമാണ് ഭക്ഷണത്തിന് ടേസ്റ്റ് ഉള്ളത്. ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒന്നുകിൽ അത് മലമാകും, അല്ലെങ്കിൽ ഛർദ്ദിച്ചതാകും, പിന്നെ എന്തെങ്കിലുമൊക്കെ ആയിട്ടാ പുറത്തു വരാം, അല്ലെങ്കിൽ രക്തമായിട്ടോ നീരായിട്ടോ എന്തെങ്കിലും ആയിട്ടോ പുറത്തു വരുള്ളൂ. എവിടെ പൊട്ടി എന്ത് പുറത്തു വന്നാലും നമുക്ക് അറപ്പാണ്. ശരീരത്തിൽ എത്ര നല്ല 16 രൂപന്റെ ഡ്രസ്സ് ധരിച്ചാലും എവിടെങ്കിലും ഒന്ന് പൊട്ടി രക്തം വന്നാലോ ചലം വന്നാലോ മലം വന്നാലോ മൂത്രം വന്നാലോ ഇതൊക്കെയാണ് ഇതിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരാനുള്ളത്. നമുക്ക് വെറുപ്പാണ്. ഇതിനകത്ത് വെച്ച ചുണ്ടിൽ വെച്ച ഗ്ലാസ് പോലും കാക്ക കുടിച്ച് താത്ത കുടിക്കൂല, താത്ത കുടിച്ച് നിങ്ങൾ കുടിക്കൂല. കാരണം അങ്ങനെ കുടിച്ച ഗ്ലാസിന്റെ ബാക്കിയാണ്. എന്തോ ഒരു ആവശ്യമില്ലാത്ത അറപ്പ്. അത് ഇസ്ലാമിന്റെ ഭാഗമല്ല. ഷൂറുൽ മുഅ്മിനി ശിഫാഉൻ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. കുടിച്ചതിന്റെ ബാക്കി അത് മുഅ്മിനിന്റെ വായി വെച്ചതിന്റെ ബാക്കി ശിഫയുണ്ട് അതിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. നമ്മളൊക്കെ പുതിയ കാലത്തെ പരിഷ്കാരികളാണല്ലോ, നമ്മളൊക്കെ പുതിയ കാലത്തിന്റെ ആൾക്കാരാണ്. അതുകൊണ്ട് നമ്മളെ ഉമ്മി വാക്കൊക്കെ നമ്മൾ അങ്ങനെ തന്നെ പഠിപ്പിക്കണത്. ഇഞ്ഞാൽ കുടിക്കണ്ട, ഇഞ്ഞാൽ തൊടണ്ട, നിലത്ത് വീണ എടുക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞത് ഭക്ഷണം കഴിക്കുന്നിടത്ത് പോലും നമുക്ക് ഇസ്ലാമിന് വേണ്ടി ജീവിക്കാനുണ്ട്. ചവച്ചരച്ച് കഴിക്കാൻ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. വായിൽ നിന്ന് ശരിക്കും നന്നായി ചവച്ചരക്കണം. നമ്മളെന്താ ഭയങ്കരമായിട്ടാണ് തിന്നുക എന്നുള്ള രീതിയിലാണ്. അതങ്ങോട്ട് ഇറങ്ങുമ്പോ പിന്നെ നമുക്ക് നടക്കാൻ വയ്യ, ആരെങ്കിലുമൊക്കെ ഒന്ന് പിടിച്ചെണീപ്പിക്കണം, ഉറക്കം വരുന്നില്ല, വയറ് നിറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞെടുക്കണം, ആകെ പ്രയാസം. ഈ മനുഷ്യൻ പറഞ്ഞു, അയാളുടെ ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ചത് മുതൽ ഞാൻ ഒരു മുസ്ലിമാണ്, എനിക്ക് അയാളുടെ ഭക്ഷണം കഴിച്ച രീതി വളരെയധികം ഇഷ്ടപ്പെട്ടു പോയി. ഇത് നമുക്കൊക്കെ ചെയ്യാനുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ മുതൽ വലിയ വലിയ കാര്യങ്ങൾ വരെ നമ്മൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് ഇസ്ലാമിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കണം. ഇസ്ലാമിന് വേണ്ടി ജീവിക്കുക എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് ഉദ്ദേശം അതാണ്. എന്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, ഒരു അമുസ്ലിമായ സുഹൃത്ത് പറഞ്ഞു, നിങ്ങൾ സ്കൂളിൽ ചോറ്റുപാത്രവുമായി പോകുന്നത് പോലും ചെറിയ കാര്യമല്ല എന്ന് പറയാൻ ഞാൻ പറയുന്നൊരു കാര്യമാണ്. സ്കൂളുകളിലേക്ക് പോകുന്നു. എത്ര ആളുകൾ ഇതിൽ ഫീസ് കൊടുത്ത് പഠിക്കുന്ന സ്കൂളിൽ പഠിക്കുന്നുണ്ട്? സ്കൂളിൽ മാസം മാസം ഫീസ് കൊടുക്കുന്ന എത്ര ആൾക്കാരുണ്ട്? വണ്ടിക്ക് പൈസ കൊടുക്കുന്ന എത്ര ആൾക്കാരുണ്ട്? ആരുമില്ല. വണ്ടിക്ക് പൈസ കൊടുക്കുന്ന എത്ര ആൾക്കാരുണ്ട്? സ്കൂളത്തെ ഫീസ് അടച്ചു എന്ന് മാഷന്മാർ ചോദിക്കുന്ന എത്ര ആൾക്കാരുണ്ട്? അറിയില്ല.
അപ്പോ സ്കൂളിൽ നമ്മൾ പോകുമ്പോ എന്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു, അപ്പൊ അയാൾ വലിയ മനുഷ്യനാണ്, ഒരു അമുസ്ലിമായ സുഹൃത്താണ്. ഞാൻ ഇസ്ലാമിനെ പരിചയപ്പെട്ടത്, എനിക്ക് ഇസ്ലാം എന്താണെന്ന് മനസ്സിലായത് എന്റെ സ്കൂളില്, LP സ്കൂളിലും UP സ്കൂളിലുമൊക്കെ എന്റെ ഒപ്പം ഇരുന്നിരുന്ന എന്റെ ഒരു മുസ്ലിം സുഹൃത്തിന്റെ ചോറ്റുപാത്രത്തിൽ നിന്നാണ് ഞാൻ ഇസ്ലാമിനെ പരിചയപ്പെട്ടത്. മദ്രസയിൽ ദീനിയാത്തിലും അമലിയാത്തിലൊക്കെ ഇസ്ലാമിനെ കുറിച്ച് പറയേണ്ടെന്നല്ലാതെ ചോറ്റുപാത്രത്തിൽ എവിടെ ഇസ്ലാമിനെ കുറിച്ച് പറയണല്ലേ? അതെങ്ങനെ പരിചയപ്പെടാ ഇസ്ലാമിനെ? അപ്പൊ അവൻ പറഞ്ഞത് എന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കൊണ്ടുവരാനൊന്നും ഉണ്ടാവില്ല. വീട്ടിൽ നിങ്ങൾ അങ്ങനെ സ്കൂളിലത്തെ കുറെ കുട്ടികളൊക്കെ ഉണ്ടാവും, ഭക്ഷണം കൊണ്ടുവരാനൊന്നും കഴിവുണ്ടാവില്ല. ചിലപ്പം പുസ്തകം തന്നെ വാങ്ങിയിട്ടുണ്ടാവില്ല. കഴിഞ്ഞ വർഷം 5ാം ക്ലാസ് പഠിച്ച കുട്ടിന്റെ പുസ്തകം വായ്പക്ക് വാങ്ങിയിട്ടുണ്ടാവും. ഇക്കൊല്ലം 5ലെത്തിയ ആള് ഓന്റെ ഉപ്പാക്ക് അത് വാങ്ങിക്കൊടുക്കാൻ, അല്ലെങ്കിൽ ഓന്റെ അച്ഛനത് വാങ്ങിക്കൊടുക്കാൻ, അല്ലെങ്കിൽ കവറ് തലമ വെച്ചിട്ടാ വരിക. കാരണം നിങ്ങളെ പോലെ നല്ല കൊട വാങ്ങാൻ പൈസ ഉണ്ടാവില്ല. അങ്ങനൊക്കെ കുറെ കുട്ടികളെ നിങ്ങൾ കണ്ടിട്ടില്ലേ? നല്ല ഉള്ള കുട്ടികൾ, കാറിൽ വന്നിറങ്ങുന്ന കുട്ടികളെ മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. അപ്പോഴാണ് നിങ്ങളുടെ ഇസ്ലാം എന്ന് പറയുന്നതിനെ ജീവിക്കേണ്ടതാണ്. നിങ്ങളെ സ്കൂളിൽ നിന്ന് പോലും നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നത്. അവൻ പറഞ്ഞത്, എന്റെ ഒപ്പം ഇരുന്നിരുന്ന് എന്റെ ക്ലാസ്സിൽ ബെഞ്ചിൽ എന്റെ അടുത്തിരുന്ന തുറന്നാൽ നല്ല മധുജി എന്റെ ജീവിതത്തിൽ ആഹ്ലാദം ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവില്ല. ആകെ സ്കൂൾക്ക് വരുന്നത് ഒപ്പം ഇരിക്കുന്നവൻ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ഭക്ഷണം പ്രതീക്ഷിച്ചിട്ടാണ്. അവൻ അത് മുഴുവനും എനിക്ക് തരും, അല്ലെങ്കിൽ അതിന്റെ ഭൂരിഭാഗവും എനിക്ക് തരും. എന്നിട്ട് അവന്റെ വീട്ടിലുള്ളവനാണ്. അതെന്താണ് അവൻ മനസ്സിലാക്കുന്നത്? അവൻ പിന്നീട് അവൻ വലുതായി, ഞാൻ പറഞ്ഞല്ലോ 10 വർഷവും 20 വർഷമൊക്കെ പിന്നീട് കഴിഞ്ഞവൻ വലിയ മനുഷ്യനാകുമ്പോൾ അവൻ മനസ്സിലാക്കുകയാണ്, തന്റെ ഒപ്പം ക്ലാസ്സിലിരുന്ന 7ാം ക്ലാസ്സിൽ അല്ലെങ്കിൽ 5ാം ക്ലാസ്സിൽ 6ാം ക്ലാസ്സിൽ തന്റെ ഒപ്പം ഇരുന്നിരുന്ന വിദ്യാർത്ഥി എനിക്ക് ഭക്ഷണം തരാൻ കാരണം അവന് ഉള്ളതുപോലും എനിക്ക് നല്ല ആവശ്യമുണ്ടെങ്കിൽ പോലും അത് വേറെ ഒരാൾക്ക് കൊടുക്കൽ എന്റെ ഇസ്ലാം എന്നെ പഠിപ്പിക്കുന്നു. ഞാൻ മുസ്ലിമാണെങ്കിൽ എന്റെ ഒരു ഉത്തരവാദിത്വത്തിൽപ്പെട്ടതാണ് തനിക്കാവശ്യമുള്ളത് പോലും വേറൊരാൾക്ക് കൊടുക്കുക. ഭക്ഷണം ഒരാൾക്കുള്ള ഭക്ഷണം 2 ആൾക്ക് തികയും. നിങ്ങൾ 2 ആളുണ്ട്, 2 മാങ്ങിയുണ്ട്, 3ാമതൊരാൾ വരുമ്പോ നമ്മളെന്ത് വിചാരിക്കും? ഇനി ഓനണ്ട് പോയിക്കോട്ടെ എന്നിട്ട് എടുക്കാം, അങ്ങനെയല്ലേ വിചാരിക്കലേ? ഇത് ചെറിയ കുട്ടികളെ മാത്രം ചിന്തല്ല, വലിയ ആൾക്കാരും അങ്ങനെ തന്നെ ചിന്തിക്കാം. അല്ല, ഭക്ഷണം വിളമ്പണ നേരത്തെ പോലെ വന്നിക്കുന്നത്. ഇനിയിപ്പോ ഏതായാലും ഓലാണ് പോയിട്ട് ഭക്ഷണം വിളമ്പാം. അത് നമ്മുടെ ഉള്ളിലൊരു ചിന്തയാണ്, അത് മനുഷിക സഹജമായ ഒരു ചിന്തയാണ്. എന്നാ നമ്മൾ ഇസ്ലാമിന് വേണ്ടി ജീവിക്കുന്നുവെങ്കിൽ നമ്മൾ എന്ത് ചിന്തിക്കണം? ഏതായാലും ഇപ്പൊ 2 മാങ്ങണ്ട്, അവനും കൂടി കൊടുത്താൽ സന്തോഷമായി. നമ്മളിപ്പോ മാങ്ങണ്ട് 2 ഉള്ളൂ, നമ്മൾ 3 ആളും കൂടി കഴിക്കാം. അവിടെ എന്തുണ്ട്? 3 ആൾക്ക് കിട്ടി, നിങ്ങൾ തമ്മിലൊരു ബന്ധമായി, അവനും സന്തോഷമായി. ഇവിടെ നിങ്ങൾക്ക് അള്ളാഹു വലിയ പ്രതിഫലം നൽകുന്നു. ഇത് നമ്മുടെ മാനസികമായ ഒരു തീരുമാനമാണ്. മാനസികമായി ചിലപ്പോൾ വളരെ കഠിനമായി എടുക്കേണ്ട ഒരു തീരുമാനമാണ്. നമുക്കൊരിക്കലും തോന്നൂല. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണെങ്കിൽ തീരും തോന്നൂല, ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണെങ്കിൽ തീരെ തോന്നൂല. പഴയ സാധനം അതൊക്കെ കൊടുക്കാൻ താല്പര്യം ഉണ്ടാവും, നമുക്ക് വേണ്ടി വാങ്ങിയ പുതിയ സാധനം കൊടുക്കാൻ താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇതാണ്, ഇസ്ലാം ഒരുപാട് സ്വഭാവങ്ങൾ പഠിക്കുന്നു. ഉമ്മാനെയും ഉപ്പാനെയും ബഹുമാനിക്കാനും ആദരിക്കാനും പഠിക്കുന്നു. ഉസ്താദുമാരെ ബഹുമാനിക്കാൻ ആദരിക്കാൻ പഠിക്കുന്നു. മുസ്ഹഫ് കാര്യങ്ങള്, ദീനിയായ കാര്യങ്ങള്, കർമ്മങ്ങള് ഒക്കെ എന്താണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ പഠിക്കുന്നു. ഇതൊക്കെ പഠിക്കുന്നത് നമ്മളിത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദേഷ്യം പിടിക്കണ്ടെന്ന് പറയും. ചിലപ്പോൾ നിങ്ങൾക്ക് സത്യം പറയാതിരുന്നാൽ നിങ്ങൾ സത്യം പറയൽ നിർബന്ധമാണ്, അസത്യം കളവ് പറയാൻ പാടില്ല എന്ന് എഴുതി വെച്ചാൽ നിങ്ങൾക്ക് 5ാം ക്ലാസ് പൊതുപരീക്ഷ ചിലപ്പം പാസ്സാവാൻ പറ്റും, സർട്ടിഫിക്കറ്റും കിട്ടും. ജീവിതത്തിൽ മുഴുവൻ കളവ് പറഞ്ഞാലും നിങ്ങൾക്ക് മദ്രസ പഠിച്ച സർട്ടിഫിക്കറ്റ് കിട്ടും. പക്ഷേ പ്രധാനം നിങ്ങൾ കളവ് പറയാതിരിക്കലാണ്. ചിലപ്പോൾ അത് എഴുതാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ അവിടെ തോൽക്കുകയുള്ളൂ, അതിൽ മാർക്ക് കുറയുള്ളൂ. പക്ഷെ ജീവിതത്തിൽ നമ്മൾ സത്യം പറയുകയും കളവ് പറയാതിരിക്കുകയും ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. ഇത് നിങ്ങൾ ഈ ഒരു പ്രായത്തിൽ
വളരെ ചെറിയ പ്രായം മുതൽ ഈ പഠിക്കുന്ന കാര്യങ്ങൾ, പറഞ്ഞു മനസ്സിലാക്കുന്ന കാര്യങ്ങളെ ജീവിതത്തിൽ പകർത്തുക. വലിയ ആളുകൾ മുതൽ മുഴുവൻ ആളുകൾക്കും ചെയ്യാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി ഇസ്ലാമിന് വേണ്ടി ജീവിക്കുക എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി ജീവിക്കുക എന്നുള്ളതാണ്. അവിടെ കേവലം നിസ്കരിക്കാന്ന് മാത്രമല്ല, നോമ്പോക്കാന്ന് മാത്രമല്ല, ജനിച്ചാൽ മുസ്ലിമിന്റെ പേരിടാന്ന് മാത്രമല്ല, ആൺകുട്ടികളാണെങ്കിൽ മാർഗ കല്യാണം കഴിക്കുക എന്നുള്ളത് മാത്രമല്ല, നിക്കാഹ് നടത്താന്ന് മാത്രമല്ല, മരിച്ചാൽ കൊണ്ടുപോയി ഖബറിൽ കൊണ്ടുപോയി ദഫൻ ചെയ്യുക എന്ന് മാത്രമല്ല, അതിന്റെ ഇടയിലുള്ള നമ്മുടെ സ്വഭാവമാണ്, നമ്മുടെ ചിന്തയാണ്, നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെയാണ്. ഇതൊരു ഭാഗത്ത് പ്രവർത്തനപരമായിരിക്കുമ്പോൾ തന്നെ രണ്ടാമതൊരു ഭാഗത്ത് നിങ്ങൾ വളരെ പ്രധാനമായി ആലോചിക്കേണ്ടത് കൃത്യമായ അന്വേഷണവും പഠനവും. ഞാൻ ആദ്യം നിങ്ങളോട് സൂചിപ്പിച്ചു, പഠനം എന്നുള്ളത് എത്രമാത്രം നമുക്ക് പ്രധാനമാണെന്ന് നമ്മൾ തിരിച്ചറിയുക. നമുക്ക് ഓരോരുത്തർക്കും താല്പര്യമുള്ള വിഷയങ്ങളുണ്ടാവും. പ്രത്യേകിച്ചും വലിയ ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ആളുകൾക്ക് 10th കഴിഞ്ഞാൽ പിന്നെ +1 +2 ഏത് വിഷയത്തിന് പോകണം, എങ്ങനെ പഠിക്കണം, ഏത് രീതിയിൽ മുന്നോട്ട് പോകണം എന്നൊക്കെ പഠിക്കുന്ന കാര്യത്തിൽ വളരെ കൃത്യമായ ശ്രദ്ധയോടെ വളരെ കുറച്ച് സമയം നിങ്ങളെ പല വ്യത്യസ്തമായ മാർഗങ്ങളിലേക്ക് നിങ്ങളെ പ്രേരിപ്പിക്കുന്ന ഒരുപാട് ഘടകങ്ങൾ ഉണ്ടാവുമെങ്കിലും നിങ്ങളുടെ പഠനത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധ പുലർത്തുക, കൃത്യമായി പഠിക്കുക എന്നുള്ളതാണ് വിദ്യാർത്ഥികൾ എന്ന രീതിയിൽ നമുക്ക് ചെയ്യാനുള്ളത്. കാരണം ഒരുപാട് സമയം പഠിക്കുക എന്നുള്ള ഞാൻ പറഞ്ഞത്, എപ്പോഴും നിങ്ങൾ പഠിക്കരുത്. കുറച്ചു സമയം പഠിക്കാൻ വേണ്ടി നിങ്ങൾ ചെലവഴിക്കുക. ആ പഠനം നല്ല ശ്രദ്ധയോടെ ചെലവഴിക്കുക. നന്നായി ശ്രദ്ധിച്ച് ഒന്ന് പഠിച്ചു മനസ്സിലാക്കാൻ. MBBS പഠിക്കുന്ന കുട്ടികളുണ്ട്. മെഡിക്കൽ കോളേജിൽ കേട്ടിട്ടില്ല. മെഡിക്കൽ കോളേജിൽ രോഗികളെ ചികിത്സിക്കാൻ ഇപ്പോഴത്തെ ഡോക്ടർമാരായ ആളുകൾ മുമ്പ് രോഗികളെ ചികിത്സിക്കാൻ പഠിപ്പിക്കും. അങ്ങനെ കുട്ടികളൊക്കെ വന്ന് ചേർന്നു. അങ്ങനെ ഓലെ പഠിപ്പിക്കുന്ന വലിയ ഡോക്ടറായ ഉസ്താദ് ഓലൊക്കെ പഠിപ്പിക്കുന്ന ആളാണ്. അപ്പൊ ഓലോട് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഡോക്ടർമാരാകാൻ പോകുന്ന ആളുകളാണ്. ഞാൻ കഥ പറയണത്, ഡോക്ടർമാരാകാൻ പോകുന്ന ആളുകളാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഡോക്ടർ ആവണമെങ്കിൽ വളരെ പ്രധാനമായി 2 കാര്യം നിർബന്ധമാണ്. ഒന്ന്, ഒരു സാധനത്തോടും അറപ്പും വെറുപ്പും തോന്നാൻ പാടില്ല. ഡോക്ടർമാർക്ക് അറപ്പും വെറുപ്പും തോന്നാൻ പാടില്ല. ചിലപ്പം പൊട്ടി വലിച്ച മരുന്നമ്മ മുറിമ്മ മരുന്ന് വെച്ച് കെട്ടേണ്ടി വരും. ചിലപ്പോ നന്നായി ഛർദ്ദിക്കണം, മടിയൊക്കെ ഛർദ്ദിക്കും ചിലപ്പോ രോഗികൾ വന്നിട്ട്. ഇപ്പൊ നമുക്ക് അറപ്പ് തോന്നാൻ പാടില്ല. ഇല്ല, അങ്ങനല്ല. ചില രോഗങ്ങൾ വളരെ ചീഞ്ഞ രോഗങ്ങളൊക്കെ ഉണ്ടാവും, മണമുള്ള രോഗങ്ങളൊക്കെ ഉണ്ടാവും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾക്ക് ഒരു സാധനത്തോടും അറപ്പ് തോന്നാൻ പാടില്ല. ഒരു സാധനത്തോടും അറപ്പ് തോന്നാൻ പാടില്ല. ആയിക്കോട്ടെ, ഞങ്ങൾക്ക് അറപ്പ് തോന്നൂല എന്ന് പറഞ്ഞ് MBBS ചേർന്ന കുട്ടികളൊക്കെ. അപ്പൊ ഡോക്ടർ എന്ത് പറഞ്ഞു, അത് പഠിപ്പിക്കാൻ വേണ്ടി അവർക്ക് പഠിക്കാൻ വേണ്ടി, ഡോക്ടർമാർക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഈ മൃതശരീരങ്ങൾ അവിടെ വെച്ചിട്ടുണ്ടാവും. അതെടുത്തിട്ടാണ് പഠിപ്പിച്ചു കൊടുക്കുക. ഇതാണ് ഹൃദയം, ഇതാണ് ശ്വാസകോശം, ഇതാണ് കിഡ്നി, ഇതാണ് കണ്ണ്, ഇത് മൂക്കാണ്, ഇതൊക്കെ പറഞ്ഞിട്ട് ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളും ഇവർക്ക് ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കും. അതിന് വേണ്ടിയിട്ട് അവിടെ മനുഷ്യ ശരീരം ഉണ്ടാവും, ഐസൊക്കെ ഇട്ടിട്ട് സൂക്ഷിച്ചു വെച്ച, അല്ലെങ്കിൽ പ്രത്യേക കെമിക്കൽസ് ഒക്കെ ഇട്ട് സൂക്ഷിച്ചു വെച്ച നമ്മുടെ ശരീരം ഉണ്ടാവും. അപ്പൊ ഒരു പയ്യൻ കേട്ടിട്ടുണ്ട്. അപ്പൊ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾക്ക് ഒരു നിലക്കും അറപ്പും വെറുപ്പും ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന പോലെ എല്ലാവരും ചെയ്യണം എന്ന് പറഞ്ഞ്, നിങ്ങൾക്ക് അറപ്പ് തോന്നൂലെങ്കിൽ ഞാൻ പറയാം, ഡോക്ടർ ആ മൃതശരീരത്തിന്റെ മൂക്കിൽ കൈയിട്ടിട്ട് കിടക്കുന്ന ടേബിളിൽ കിടത്തിയ മയ്യത്തിന്റെ മൃതശരീരം പഠിക്കാൻ വേണ്ടി കിടത്തിയ മയ്യത്തിന്റെ മൂക്കില് കൈയിട്ടിട്ട് ഡോക്ടർ ആ ഇട്ട വിരൽ വായിൽ വെച്ചു. എന്നിട്ട് പറഞ്ഞു, എല്ലാവരും അതേപോലെ ചെയ്യണമെന്ന് പറഞ്ഞു. കുറെ ആൾക്കാരൊക്കെ ചെയ്തു, കുറെ ആൾക്കാരിങ്ങനെ അറുത്ത് നിന്നു. പിന്നെ നിർബന്ധിച്ചു, എല്ലാ ഡോക്ടറേറ്റിന് പഠിക്കുന്ന MBBS പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും അതേപോലെ ചെയ്തു. ഞാൻ പറഞ്ഞ നിങ്ങൾ ശ്രദ്ധിക്കണം. ഏതായാലും ബിസ്ക്കറ്റ് എന്തെങ്കിലും
സുന്നി മക്കൾ ഉയരുകയായി, സംഘമായി വളരുകയായി, സത്യദീനിൻ പൊരുളുകളായി, സാഭിമാനം നിറയുകയായി. ഉന്നാര നേതാക്കൾ പൊടിയെടുത്തൊരു പ്രസ്ഥാനം, പൂർവീക സുരികൾ പൊടിയെടുത്തോരാസ്ഥാനം, മശഹൂറ നേതാക്കൾ സമസ്തയെന്നൊരു പേരിട്ട, അത് കേട്ട് മനതാരിൽ ഈമാനിന്റെ അല തീർത്ത് സത്യത്തിനുള്ള ദിക്കുകളൊക്കെ ശോഭനമാക്കിയ പുണ്യ സമസ്ത ഇതാ. സത്യത്തിനുള്ള ദിക്കുകളൊക്കെ ശോഭനമാക്കിയ പുണ്യ സമസ്ത ഇതാ. ഉന്നാര നേതാക്കൾ പോറ്റിയെടുത്തൊരു പ്രസ്ഥാനം, പൂർവീക സുരികൾ പോറ്റിയെടുത്തോരാസ്ഥാനം. പതിയുസ്താദും കോട്ടുമലയും തേരുതളിച്ചൊരു സംഘമിത്, കണ്ണിയത്തും ശൈഖുന ശംസുൽ ഉലമയിൽ നിന്നൊരു പാതയിത്. പതിയുസ്താദും കോട്ടുമലയും തേരുതളിച്ചൊരു സംഘമിത്, കണ്ണിയത്തും ശൈഖുന ശംസുൽ ഉലമയിൽ നിന്നൊരു പാത. വിദ്യാർത്ഥിക്ക് ഏറ്റവും ആവശ്യമുള്ള രണ്ട് കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം പറഞ്ഞു, അറപ്പും വെറുപ്പുണ്ടാവാൻ പാടില്ല, അത് പറഞ്ഞു. ഇനി ഞാൻ രണ്ടാമത്തെ കാര്യം പറയാൻ പോവുകയാണ്. കൃത്യമായി ശ്രദ്ധിക്കുകയും നിരീക്ഷിക്കുകയും വേണം. കാരണം ഞാന് മയ്യത്തിന്റെ മൂക്കില് എന്റെ ചൂണ്ടുവിരലിട്ടിട്ട് നടുവിരലാണ് വായിൽ വെച്ചത്. ക്ലിയറായോ? മയ്യത്തിന്റെ വായിൽ മൂക്കിൽ ചൂണ്ടുവിരലിട്ടു, എന്നിട്ട് മൂപ്പര് നടുവിരല് ഇട്ടു. ഇവരാരും അത് ശ്രദ്ധിച്ചില്ല. അവരെന്ത് ചെയ്തു? എല്ലാവരും അറപ്പിന്റെ കാര്യമാണല്ലോ ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ അറപ്പ് കാണിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഇട്ട വിരൽ തന്നെ വായിലിട്ടു. എന്നിട്ട് ഡോക്ടർ പറഞ്ഞു, ഉസ്താദ് പറഞ്ഞു, രണ്ടാമത്തെ ഒരു കാര്യം ഒരു വിദ്യാർത്ഥിക്ക് ഏറ്റവും ആവശ്യമുള്ളത് നല്ല ശ്രദ്ധയും നല്ല നിരീക്ഷണവുമാണ്. അല്ലെങ്കിൽ മൂക്കിലിട്ട് അതേ വിരൽ തന്നെ വായിലിടുന്ന അവസ്ഥ ഉണ്ടാവും. ഇനി ജീവിതത്തിൽ ശ്രദ്ധിക്കാതിരിക്കൂല പഠിക്കാൻ പോയ വിദ്യാർത്ഥികൾ. നിങ്ങളും അങ്ങനെയാകണം. നല്ല ശ്രദ്ധയോടെ നിങ്ങൾ എത്ര ചെറിയ വിദ്യാർത്ഥികളാണെങ്കിലും
കുറച്ചു നേരം ചില വിദ്യാർത്ഥികൾക്ക് അധ്യാപകൻ പറയുന്നത് എന്തെന്ന് ശ്രദ്ധിച്ചാൽ മതി. അതൊരു പ്രാവശ്യം ഇരുന്ന് വായിക്കാൻ നമുക്ക് എന്ത് ഇടങ്ങറുണ്ടെങ്കിലും, കളിക്കാൻ പോണെങ്കിലും ഉണ്ടെങ്കിലും ഒക്കെ അതൊന്ന് വായിക്കാൻ, ഒന്ന് പാഠപുസ്തകങ്ങൾ പാഠഭാഗങ്ങൾ വായിക്കാൻ ശ്രമിക്കുക. രണ്ടാമത്, നമുക്ക് താല്പര്യമുള്ള വിഷയങ്ങളെ ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും നമ്മൾ കൂടുതലായി മറ്റു വിഷയങ്ങളിലേക്ക് എങ്ങനെങ്കിലും നിക്കാക്കാന്റെ ഇപ്പാന്റെ മൊബൈൽ ഒന്ന് വാങ്ങിച്ചിട്ട് ഗെയിം കളിക്കാൻ നമുക്കൊക്കെ തോന്നും അല്ലെ? ദിവസം ഒരു 1-2 മണിക്കൂറൊക്കെ ഗെയിം കളിക്കുന്ന ആൾക്കാരുണ്ടാവും. ചെറിയ കുട്ടികൾ മുതൽ എല്ലാവർക്കും അറിയാം മൊബൈലിൽ കളിക്കാനും. കുറെ TV കണ്ടിട്ട് പോകും. ഇതിന്റെ പ്രശ്നം നമ്മൾ പഠിക്കാതെ പോകുന്നു. ഈ ഒരു പ്രായത്തിൽ ശ്രദ്ധിച്ചു പഠിക്കാതെ പോകുന്ന ഒരു ഘട്ടമുണ്ടായാൽ, അത് സ്കൂൾ പ്രായത്തിലാണെങ്കിലും പ്ലസ് ടുവിന്റെ പ്രായത്തിലാണെങ്കിലും ഡിഗ്രി പ്രായത്തിലാണെങ്കിലും ഒക്കെ, ഇതൊക്കെ വിദ്യാർത്ഥി കാലഘട്ടമാണ്. നിങ്ങൾ എന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിൽ മനസ്സിലാക്കുക. ഈ ഒരു പ്രായം കഴിഞ്ഞാൽ ഇത് പഠിക്കാൻ പറ്റുന്ന പ്രായമാണ്. ഇത് നമ്മൾക്ക് ഇഷ്ടമുള്ള വിഷയങ്ങൾ ആഴത്തിൽ പഠിക്കേണ്ട പ്രായമാണ്. 10ാം ക്ലാസ് വരെ സ്കൂളിലാണെങ്കിലും മദ്രസയിലാണെങ്കിലും 10ാം ക്ലാസ് വരെ എല്ലാ വിഷയങ്ങളും എല്ലാവരും പഠിക്കണം എന്നാണ്. എല്ലാ വിഷയങ്ങളും കണക്ക് തീരെ ഇഷ്ടമില്ലെങ്കിലും 10ാം ക്ലാസ് വരെ നിങ്ങൾ കണക്ക് പഠിച്ചേ പറ്റുള്ളൂ. 2, 4 ആണെന്ന് ഇപ്പോഴും അത്ഭുതമുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. കണക്ക് തീരെ ഇഷ്ടമില്ലാത്ത 2, 4 അതിപ്പോ എങ്ങനെ ആയത്? കണക്ക് താല്പര്യം ഉണ്ടാവില്ല. എന്നാലും നിങ്ങൾ 10ാം ക്ലാസ് വരെ കണക്ക് പഠിക്കണം. കാരണം ജീവിതത്തിൽ അത്യാവശ്യമുള്ള ബേസിക് മാത്തമാറ്റിക്സ് പഠിക്കേണ്ടതാണ്. 100 രൂപയ്ക്ക് സമാനിക്കുന്ന 87 രൂപയ്ക്ക് സാധനം വാങ്ങിയാൽ 13 രൂപ ബാക്കി തിരിച്ചെന്നാല് ഏകദേശം മനസ്സിലിങ്ങനെ കൂട്ടാൻ പറ്റണം. ശരിയാണ്, അയാൾ 100 രൂപ വാങ്ങിച്ച് 87 രൂപയ്ക്ക് സാധനം തന്നു, ബാക്കി 13 തന്ന്, ശരിയാട്ടാ. അതിനിങ്ങനെ അവിടെ ഡോക്ടർ മറ്റേ കച്ചവടക്കാരന്റെ മുമ്പിൽ നിന്നിട്ട് 87, 88, 89, 90 അങ്ങനെ കൂട്ടിവെക്കേണ്ട അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ഉണ്ടാവലുണ്ടാ? അങ്ങനെ ഉണ്ടാവലൊന്നുമില്ല. അപ്പോ കേട്ടോ പോലെ. അപ്പോ അങ്ങനത്തെ സാഹചര്യം അതാണ് അത്യാവശ്യം നമുക്ക് ആവശ്യമുള്ള. കറണ്ടിന്റെ വയർ അവിടെ ഇങ്ങനെ മുറിഞ്ഞെടുക്കുന്നുണ്ട്. ആ 2 വയർ കൂടി ഇങ്ങനെ പോയിട്ട് വായിലെടുത്ത് വെക്കും. നിങ്ങളാരെങ്കിലും കാരണം എന്താണ്? ബേസിക് ഫിസിക്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. കാരണം അതുകൊണ്ട് ഇത് വെക്കൂല വായില് അല്ലേ? ഫിസിക്സിൽ തന്നെ വെച്ചിട്ടുണ്ടോ? അങ്ങനെയും പഠിച്ചിട്ടില്ല. ആ വലിയ ക്ലാസ്സിലെ സയൻസ് വലുതായിട്ട് ഓരോന്ന്. അതേപോലെ തന്നെയാണ് മതപരമായ വിഷയങ്ങളും. മതപരമായ വിഷയം നിത്യജീവിതത്തിൽ ആവശ്യമുള്ള, നിർബന്ധമായും ആവശ്യമുള്ള വിഷയങ്ങളാണ് നമ്മൾ മദ്രസയിൽ പഠിക്കുന്നത്. എല്ലാവരും പഠിക്കാൻ നിർബന്ധം. എങ്ങനെ നിസ്കരിക്കേണ്ടത്, നോമ്പ് വെക്കേണ്ടത്, സക്കാത്തിന്റെ നിയമങ്ങൾ എങ്ങനെയൊക്കെയാണ്, ഹജ്ജിന്റെ നിയമങ്ങൾ എങ്ങനെയൊക്കെയാണ്, ഖുർആൻ പാരായണം ചെയ്യേണ്ടത് എങ്ങനെയാണ്, ആരാണ് നമ്മുടെ ഇമാമുമാർ, ആരൊക്കെയാണ്, ചരിത്രം എന്താണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രം ഇത്, നമ്മുടെ സ്വഭാവങ്ങൾ എന്തൊക്കെയായിരിക്കണം, മനുഷ്യന് നിർബന്ധമായിട്ടും അസൂയ വേണം, ദേഷ്യം വേണം, അതുപോലെ തന്നെ വെറുപ്പ് വേണം, അതുപോലെ ക്ഷമ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയൊക്കെ പഠിച്ചിട്ടില്ല. നിങ്ങൾ ആരും ശ്രദ്ധിക്കണില്ല എന്ന് മനസ്സിലായി. പഠിച്ചിട്ടില്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞ മൂക്കില് വിട്ട വിരല നിങ്ങൾ വായിലിടും, ഇങ്ങനെ ശ്രദ്ധിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ. അപ്പോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിത്യജീവിതത്തിന്റെ ഭാഗമായി പഠിക്കുന്നു. പിന്നീട് നിങ്ങൾക്ക് ഉയർന്നു പഠിക്കാൻ എപ്പോഴും ഇപ്പോൾ തന്നെ നമ്മൾ ആലോചിച്ചുകൊണ്ടേയിരിക്കണം. ഉന്നതമായ രീതിയിൽ നമ്മുടെ പഠനത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എങ്ങനെയെന്ന് കൃത്യമായി ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നമുക്കുണ്ടാവണം. അവിടെ നിന്ന് ഇവിടെ വലിയ രീതിയിൽ ജീവിക്കുന്ന ഒരുപാട് ആളുകൾ, ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ നമുക്ക് നിർവഹിക്കാൻ കഴിയുന്ന പല മേഖലയിലേക്ക് പോകാൻ കഴിയും. ഇതെല്ലാം സത്യത്തിൽ ഇസ്ലാമികമായി, ഞാൻ നേരത്തെ പറഞ്ഞ മുസ്ലിമായി ജീവിക്കാൻ, ഇസ്ലാമിന് വേണ്ടി ജീവിക്കാനുള്ള ഒരു ബാധ്യതയാണ്. ലോകത്ത് ഇന്ന് ഇസ്ലാമിന് വേണ്ടി ജീവിക്കുന്ന എന്ന് അവകാശപ്പെടുന്ന കുറെ ആളുണ്ട്. ഉസ്താദിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എല്ലാരും കേട്ടിട്ടുണ്ട്. ആളാരാ? പുള്ളി കക്ഷി ആരാണ്? ഉസാമ ബിൻ ലാദനെ ആമസിൽ നടന്ന കുറെ ആൾക്കാരെ കൊന്നൊടുക്കി എന്നൊക്കെയുള്ളതാണ് അയാളുടെ പേരിലുണ്ടായിരുന്ന കുറ്റം. അയാൾ മരിച്ചുപോയി. നേരെ മറിച്ച് ലോകത്ത് നമ്മളിപ്പോ മറ്റൊരുപാട് കാര്യങ്ങൾ ചോദിക്കും. നിങ്ങളോട് കിസ്മത്ത് മത്സരത്തിൽ ഒരുപാട്
കാര്യങ്ങൾ ചോദിക്കണം. റേഡിയോ കണ്ടുപിടിച്ചതാരാ? ലൈറ്റ് കണ്ടുപിടിച്ചത്, ഫാൻ കണ്ടുപിടിച്ചത്, മൈക്ക് കണ്ടുപിടിച്ചത്, ഇന്റർനെറ്റ് കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചത്, മൊബൈൽ കണ്ടുപിടിച്ചത്, ഇതൊക്കെ ഉപകാരമുള്ള സാധനങ്ങളാണ്. ഈ മഴ സാധാരണ ഞാൻ പറഞ്ഞതിനേക്കാളും ഒച്ചിട്ട് പറഞ്ഞ ngakkaച്ച ശരിക്ക് കേൾക്കൂല. പള്ളിക്കന്ന് ബാങ്ക് കൊടുത്താലും വേണ്ട സൗകര്യം കണ്ടിട്ടില്ലായിരുന്നുവെങ്കിൽ നമുക്കൊന്നും ഇത്ര സ്വസ്ഥമായിട്ട് ഇവിടെ ഇരിക്കാൻ കഴിയില്ല. വാഹനം കണ്ടുപിടിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ നമുക്കൊന്ന് യാത്ര ചെയ്യാൻ കഴിയില്ല. ഇതൊക്കെ മനുഷ്യന്മാർക്ക് ഉപകാരമുള്ള സാധനങ്ങളാണ്. മനുഷ്യന്മാർക്ക് ഉപകാരമുള്ള സാധനങ്ങളാണ്. ഒരാൾക്ക് ഉപകാരം ചെയ്തു കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മളത്ര കൂലിയുള്ള വേറൊരാളുമില്ല. വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫീ ഔനി അഖി. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങളെ കൊണ്ട് ഒരാൾക്ക് ഉപകാരമുണ്ടാവുക എന്നുള്ളത് അള്ളാഹു നിങ്ങൾക്ക് മുഴുവൻ സമയവും നിങ്ങൾക്ക് ഉപകാരം ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മളായിരുന്നു നമുക്ക് സാധിക്കുന്ന നമ്മുടെ പഠനം കൊണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു റേഡിയോ ആരാ കണ്ടുപിടിച്ചു വെച്ചപ്പോ മാർക്കോണി എന്ന് പറഞ്ഞു. ഇതൊക്കെ നമുക്ക് ഇങ്ങനെ ഉത്തരം പറയാനൊക്കെയുള്ള കുറെ സാധനങ്ങളായി മാറുന്നു. നിങ്ങൾ നന്നായി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഓരോ മേഖലയിൽ നമുക്ക് ഇപ്പൊ തന്നെ അറിയണം. ഞാൻ എന്തെങ്കിലും എനിക്ക് അള്ളാഹു നൽകിയ ജീവിതം നിങ്ങൾ ഓരോരുത്തരും മനസ്സിൽ എഴുതി വെക്കണം. എനിക്ക് അള്ളാഹു നൽകിയ ജീവിതം ഇഹത്തിലും പരത്തിലും ഉപകാരപ്പെടുന്ന രീതിയിൽ ഞാൻ ഉപയോഗപ്പെടുത്തും. അബ്ബാസ് ബിൻ ഫർനാസ് എന്ന് പറയുന്ന വലിയ ഒരു പണ്ഡിതനുണ്ടായിരുന്നു. എന്താ പേര്? അബ്ബാസ് ബിൻ ഫർനാസ്. അബ്ബാസ് ഒരു ഇസ്ലാമിക സ്പെയിൻ എന്ന് പറയുന്ന, മുസ്ലിം സ്പെയിൻ എന്ന് പറയുന്ന 800 വർഷക്കാലത്തോളം മുസ്ലിമീങ്ങൾ ഭരിച്ച യൂറോപ്പിലെ വലിയ ഒരു രാജ്യമാണ് സ്പെയിൻ. സ്പെയിൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ബാഴ്സലോണ എന്നൊക്കെ കേട്ടിട്ടില്ലേ? ബാഴ്സലോണ കേട്ടിട്ടുണ്ട്. ഡർട്ടുമുണ്ടോ ഒക്കെ കേട്ടിട്ടുണ്ട്. ഡർട്ടുമുണ്ടോ എന്നല്ലേ? എന്താ? റിയൽ മാഡ്രിഡും കേട്ടിട്ടുണ്ട്, ബാഴ്സലോണയും കേട്ടിട്ടുണ്ട്, വലൻസിയ കേട്ടിട്ടുണ്ട്, സെവിയ കേട്ടിട്ടുണ്ട്. ഇതൊക്കെ ഇപ്പൊ ഫുട്ബോൾ ക്ലബ്ബായിട്ടാണ് കേൾക്കുന്നത്. ഇതൊക്കെ സ്പെയിനിലെ ഓരോ നഗരത്തിന്റെ പേരാണ്. ഇന്ത്യയിൽ ഡൽഹി, ബോംബെ, കൽക്കത്ത എന്നൊക്കെ പറഞ്ഞ പോലെ സ്പെയിനിലെ ഓരോ നഗരത്തിന്റെ, സ്പെയിൻ എന്ന് പറയുന്ന രാജ്യത്തെ ഓരോ നഗരത്തിന്റെ പേരിലാണ്. ആ നഗരത്തിന്റെ പേരിലൊക്കെ ഓരോ ഫുട്ബോൾ ക്ലബ്ബ് ഉണ്ട്. അതിലൊരു ബാഴ്സലോണയും അതിലൊരു മെസ്സിയും, അതിലൊരു മാഡ്രിഡും അതിലൊരു റിയൽ മാഡ്രിഡ് ക്ലബ്ബും, അവിടെ ഒരു ക്രിസ്ത്യാനോ റൊണാൾഡോയും ഉണ്ടായതുകൊണ്ട് നിങ്ങളിപ്പൊക്കെ കേട്ടു. ഇവിടെ മഹാനായ അവിടെ ജിബ്രാൾട്ടർ എന്ന് പറയുന്ന ഒരു സ്ഥലം ശ്രദ്ധിക്കണം. ജിബ്രാൾ എന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ താരിഖ് സിയാദിന്റെ പേരിലാണ് ജബോധനം നടത്തിയ നാടാണ് സ്പെയിൻ. അത് കഴിഞ്ഞ് 800 വർഷക്കാലത്തോളം മുസ്ലിമീങ്ങൾ ഭരിച്ചു സ്പെയിൻ. യൂറോപ്പിലെ സ്പെയിനിൽ മുസ്ലിമീങ്ങൾ ഭരിച്ചു. അവിടെ ഒരുപാട് ഇപ്പൊ ഈ പറയുന്ന ബാഴ്സലോണയും സെവിയയും ഒക്കെ പോലെ ഗ്രനഡയും കൊർഡോവയും ഒക്കെ ഉണ്ടായിരുന്നു. കൊർഡോവ എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിയും സ്പെയിനിലെ മുഴുവനും എല്ലാ പ്രദേശങ്ങളിലേക്കും വെള്ളം എത്തിക്കാനുള്ള സംവിധാനങ്ങളുമൊക്കെ, ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ, ഒരുപാട് ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങൾ സ്പെയിനിലെ ഇസ്ലാമിക പണ്ഡിതന്മാർ ചെയ്തിരുന്നു. അതിൽപ്പെട്ട ഒരാളാണ് അബ്ബാസ് ബിൻ ഫർനാസ്. അദ്ദേഹം പക്ഷിശാസ്ത്രജ്ഞനായിരുന്നു. പക്ഷിശാസ്ത്രജ്ഞൻ എന്ന് പറഞ്ഞാൽ പക്ഷിയെ ഉണ്ടാക്കുന്ന ആളെന്നല്ല, പക്ഷിയെ നിരീക്ഷിക്കുന്ന ആളെന്ന്. പക്ഷിയെ നിരീക്ഷിക്കുന്ന ആൾ. പക്ഷികളെ നിരീക്ഷിക്കുമ്പോൾ ഒരുപാട് അറിവ് കിട്ടും. പക്ഷി നിരീക്ഷകനായ ഇന്ത്യൻ ശാസ്ത്രജ്ഞന്റെ പേരെന്താണ്? ഒരലീനെ കേട്ടിട്ടുണ്ടോ? ഒരു സലീം അലിനെ കേട്ടിട്ടുണ്ടോ? സാലിം അലിനെ കേട്ടിട്ടുണ്ടോ? ഇല്ല. അങ്ങനെ ഒരു മുസ്ലിമും ഉണ്ട്. പക്ഷി നിരീക്ഷണത്തിൽ ഒരു കാര്യം, പക്ഷി നിരീക്ഷണത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാകും. പക്ഷികൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ചൈനയിലെ വലിയ ഗോതമ്പ് പാടം, ഗോതമ്പ് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന പാടത്ത് ഒരുപാട് പക്ഷികൾ വരും. നിരന്തരമായി പക്ഷികൾ വന്നിട്ട് അവര് ഈ ഗോതമ്പ് ഇങ്ങനെ നന്നായി നെൽക്കതിൽ നിൽക്കണില്ല, നല്ല പാടം വിളഞ്ഞിട്ട്. അതേപോലെ ഗോതമ്പ് വിളഞ്ഞു നിൽക്കുമ്പോ പക്ഷികൾ, ആയിരക്കണക്കിന് പക്ഷികൾ വന്നിരിക്കും. അപ്പോ ചൈനീസ് ഗവൺമെന്റും അവിടുത്തെ നാട്ടുകാർക്കൊക്കെ ഭയങ്കര വേവലാതി, ഈ ഗോതമ്പൊക്കെ പക്ഷികൾ കൊത്തിക്കൊണ്ടുപോവാണല്ലോ എന്നുള്ള ബേജാറായി. അങ്ങനെ ഓല് ഗവൺമെന്റിനോടൊക്കെ പറഞ്ഞ് ഗവൺമെന്റ് ഒരു പദ്ധതി തയ്യാറാക്കി മുഴുവൻ പക്ഷികളെയും കൊന്നെടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഈ വേറൊന്നിനും തിന്നാനൊന്നും പറ്റാത്ത പക്ഷിയാണ്. കാക്കനെ തിന്നൂലല്ലോ, പക്ഷെ കാക്കനെ ഓടിക്കാൻ പാടില്ല. കാരണം കാക്കന്
ഇവിടെ ചത്തെടുക്കുന്നതും നമുക്ക് കാണാതെ അങ്ങനെ ഇടക്കിടക്ക് മണക്കുന്നതും അതുപോലെ അവിടെ ഇവിടെയും പോയിട്ട് ഓരോ മൃഗങ്ങള് മറ്റേ അവരുടെ വിസർജനം നടത്തിയതൊക്കെ ഒരുപാട് സ്ഥലത്തുണ്ടാവും. ഇതൊക്കെ വൃത്തിയാക്കുന്ന ജോലി ഏറ്റെടുത്ത ജീവിയാണ്, മുനിസിപ്പാലിറ്റിന്റെ ജോലിയാണ്. ആരേറ്റെടുത്തിരിക്കുന്നത്? കാക്ക. അപ്പൊ ഞമ്മക്ക് തിന്നാൻ പറ്റൂല, പാട്ടാച്ച കേൾക്കാനും വയ്യ. കാക്കരാഗെന്നൊക്കെ പറഞ്ഞാല് ചില ആൾക്കാർ പാടിയ കാക്ക കുറുകിയ പോലെ ഉണ്ടാവും. നമുക്ക് ശബ്ദം കേൾക്കാനും വയ്യ, കറുത്തിട്ട് കാണാനും വയ്യ, ഒച്ചച്ചാല് ആകെ ഇടങ്ങറ്. അങ്ങനെ അത് ചോദിച്ചിട്ട് കാക്കനെ ഓടിക്കാൻ പറ്റില്ല. കാക്ക അള്ളാഹു താല ഉണ്ടാക്കിയ ഒരു ജീവിയാണ്. എന്തിന്? മഞ്ഞങ്ങൾ കൊണ്ടുപോകാൻ. ഈ പക്ഷികളെ തിന്നാൻ പറ്റൂല. ഭയങ്കര ഇടങ്ങറിങ്ങനെ തോന്നാം. ഗോതമ്പ് പാടത്തില് ഇങ്ങനെ ആയിരക്കണക്കിന് വന്ന അവസാനം ഈ പക്ഷികളെ പെട്ടെന്ന് കൊന്നൊടുക്കാവുന്ന സാധനങ്ങൾ കണ്ടെത്തി പക്ഷികളെ മുഴുവനും കൊന്നൊടുക്കി. അടുത്ത പ്രാവശ്യം ഗോതമ്പ് വിളഞ്ഞു കഴിഞ്ഞ് അത് വിളവെടുപ്പിന്റെ കൊയ്യണ കാലായിട്ട് ഗോതമ്പ് എടുക്കാൻ പോയപ്പോ ഗോതമ്പൊന്നുമില്ല. നല്ല പുഴുക്കൾ ഇങ്ങനെ നിൽക്കണം. ചെറിയ ചെറിയ പുഴുക്കള്, ഗോതമ്പിന്റെ കതിരുകളിൽ മുഴുവനും പുഴുക്കൾ നിറഞ്ഞിരിക്കുന്നു. ഗോതമ്പൊക്കെ പോയിക്കണം. അപ്പോഴാണ് അവർക്ക് അമളി മനസ്സിലായത്, ഈ പക്ഷികൾ, ചെറിയ പക്ഷികൾ, ഇവ വന്നിട്ട് എടുക്കാൻ പറ്റുള്ളൂ, നമുക്ക് മനുഷ്യന്മാർക്ക് എടുക്കാൻ കഴിയില്ല, ആ പുഴുക്കളെ നശിപ്പിക്കാൻ കഴിയില്ല. അപ്പൊ ഈ പുഴുക്കൾ ഈ ഗോതമ്പ് പാടത്തുണ്ടാവും. ആ പുഴുക്കളെ തിന്നാനായി പക്ഷികൾ വരുന്ന. അതിന്റെ ഇടയിൽ 1-2 ഗോതമ്പ് മണിക്ക് എടുക്കും. ആ പക്ഷികൾ ഈ പുഴുക്കളെ പോയി 10,000-കണക്കിന് പക്ഷികൾ വന്നാലേ ഓരോ നെൽക്കതിരിലുമുള്ള ചിഞ്ഞിരിക്കുന്ന പുഴുക്കളെ മുഴുവൻ തിന്നാൻ പറ്റുള്ളൂ. മനുഷ്യന്മാർക്ക് ഒരു നെൽക്ക് നശിപ്പിക്കാൻ കഴിയില്ല. അപ്പൊ അള്ളാഹു നിയോഗിച്ച ഈ പക്ഷികളെ, ആ പക്ഷികൾക്കേ അത് ചെയ്യാൻ കഴിയുള്ളൂ. ആ പക്ഷികളെ നശിപ്പിക്കാൻ മനസ്സിലാക്കാൻ കഴിയാത്തതുകൊണ്ട് ആളുകള് മൊത്തം ഗോതമ്പ് നഷ്ടമായി. മുമ്പ് 1-2 നാണ്യമണികളെ പോയിരുന്നുള്ളൂ ഓരോ കൊമ്പെന്ന്, ഓരോ നെൽക്കതിരിൽ നിന്ന്. അപ്പൊ പക്ഷി നിരീക്ഷണത്തിന്റെ ഒരു പ്രത്യേകത ഇതാണ്. ചില ആളുകൾക്ക് അതൊരു മേഖലയാണ്, അറിയാനും പഠിക്കാനുമുള്ള ഒരു മേഖലയാണ്. ഇപ്പൊ ഓരോ സ്ഥലത്ത് ഇപ്പം നമ്മൾ ദേശാടന പക്ഷികൾ എന്ന് പറഞ്ഞിട്ട് പത്രത്തിൽ കാണലുണ്ട്. അപ്പൊ അതിനെ കുറിച്ച് പഠിക്കുമ്പോൾ മനസ്സിലാകും. അപ്പൊ ഇന്ന സ്ഥലത്ത് കൂടിന് വേത്തേക്കുന്നു, ഇവിടെ കൂടിയതുകൊണ്ട് ഇങ്ങോട്ട് വരുന്നു. ഇപ്പൊ കേരളത്തിൽ നമ്മുടെ നാട്ടില് ഒരു 10-50 വർഷം മുമ്പുള്ളതിനേക്കാൾ ചൂട് കൂടി മൊത്തത്തിൽ എന്ന് പറയുന്നു. അതിന് കാരണം മനസ്സിലാക്കുന്നത് പക്ഷികളെ മനസ്സിലാക്കിയിട്ടാണ്. ചൂടുകാലത്ത് ചൂടുള്ള പ്രദേശങ്ങളിൽ ഉണ്ടാകാറുള്ള പക്ഷികൾ കേരളത്തിൽ കൂടുതലായി കാണപ്പെടുന്നു. ചൂട് കുറഞ്ഞ പ്രദേശങ്ങളിൽ ജീവിക്കുന്ന പക്ഷികൾ കേരളത്തിൽ നഷ്ടപ്പെട്ടു പോവുകയാണ്. അവർ വേറെ സ്ഥലത്തേക്ക്, തണുപ്പുള്ള സ്ഥലത്തേക്ക് അവർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതേപോലെ പക്ഷികളെ നിരീക്ഷിച്ചിരുന്ന ഒരാളായിരുന്നു അബ്ബാസ് ബിൻ ഫർനാസ്. ഓരോ വ്യത്യസ്ത, നിങ്ങൾ ഇങ്ങനെ ഒന്ന് രാവിലെ എണീറ്റ് നോക്കിയാൽ മതി. പക്ഷികൾക്ക് ഒരു ഉപകാരമില്ലാത്ത പക്ഷികളെന്ന് തോന്നുന്നു എന്തെല്ലാം തരങ്ങളാണ്. നമ്മൾ വിചാരിക്കുന്നു മഴ പെയ്താൽ എത്ര പാറ്റകൾ ഉണ്ടാകണം. ആകെ പാറ്റകൾ ചെയ്യണെന്താ? ഒന്നുണ്ട് വരും, ആ ബൾബിന്റെ ചുറ്റും ഒന്ന് പറക്കുന്നുണ്ട്, മൂപ്പരാണ്ട് താഴത്ത് വീണ് മരിക്കുകയും ചെയ്യും. വേറെ കുറെ സാധനങ്ങൾ ഇങ്ങനെ കണ്ടിട്ട് മഴ പെയ്താൽ ഇതൊക്കെ എന്തിനാണ് പഠിച്ചോണ്ട? ഇത് പഠിക്കാൻ ഞാൻ എന്റെ ലാസ്റ്റ് പറയാൻ മതി. അബ്ബാസ് ബിൻ ഫർനാസ് എന്ന് പറയുന്ന വലിയ പണ്ഡിതൻ, വലിയ ഖുർആനിലും ഹദീസിലും ഒക്കെ അവഗാഹമുള്ള ആളായിരുന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. അബ്ബാസ് ബിൻ ഫർനാസ്, അദ്ദേഹത്തിന്റെ പണി പക്ഷി നിരീക്ഷണമായിരുന്നു. അദ്ദേഹം പർവ്വതങ്ങളിൽ ഇങ്ങനെ നടക്കും, മരക്കൊമ്പിൽ ഇങ്ങനെ ഇരിക്കും, ഓരോ പക്ഷിയെ ഇങ്ങനെ നോക്കും. ആ പക്ഷി എങ്ങനെ പറക്കുന്നത്, അതെങ്ങനെ ഭക്ഷണം കൊണ്ടുവരുന്നത്, അതെങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്, അത് എത്ര ദൂരത്തിൽ പറക്കാം, അതിന്റെ ചിറക് എങ്ങനെയാണ്, ഇതൊക്കെ പഠിക്കും. അവസാനം ഓരോ പക്ഷികളുടെ ചിറകുകളുടെ വ്യത്യാസവും അവയുടെ പറക്കലിന്റെ വ്യത്യാസവും, എത്ര ഉയരത്തിൽ എത്ര താഴെ, എവിടെ നിന്ന് അങ്ങോട്ട് പരുന്ത് പറക്കണം പോയിക്കാൻ കഴിയില്ല. ഒന്ന് പറക്കുമ്പോൾ മൂപ്പര് തളരും. ഇവര് അവിടെ അപ്പുറത്ത് പോയിരിക്കുള്ളൂ. ഇവിടുന്ന് ഒന്ന് മേൽക്ക് അയിമൊന്നൊന്ന് മേൽക്ക് അത്ര പോകാൻ പറ്റുള്ളൂ. പരുന്തോ എത്രയോ ഉയരത്തിൽ പോകും. വളരെ വ്യത്യാസമില്ല. താറാവ് പറക്കുന്നുണ്ട് ഗണങ്ങള്, താറാവ് പറക്കൂല. പക്ഷെ പറക്കണ ഒരു താറാവ് ഇന്നലത്തെ പത്രത്തിലുണ്ടായിരുന്നു. അരയന്നം പറക്കുന്ന ഒരു താറാവ് ഇന്നലത്തെ പത്രത്തിലുണ്ടായിരുന്നു. ഇന്നലെ പത്രം വായിച്ചിട്ടുണ്ടോ ഇവിടെ ആരെങ്കിലും? കണ്ടുകണ ആരെങ്കിലും ഇന്നലെ പറക്കുന്ന ഒരു താറാവിന്റെ ഫോട്ടോ ഇന്നലത്തെ പത്രങ്ങളിൽ? ആരും കണ്ടില്ല. ഇതൊക്കെ നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് ഒരു കുഴപ്പമാണ്. മൊബൈലിൽ കളി കൂടിയോണ്ടുള്ള ഒരു കുഴപ്പമാണ്. പത്രവായന, പുസ്തക വായന, പാഠപുസ്തക വായന എല്ലാം ഇല്ലാതെയായിപ്പോയി. ഫേസ്ബുക്കിൽ ഇങ്ങനെ ലൈക്ക് ചെയ്ത് ജീവിക്കുകയാണ്, കമന്റ് ചെയ്തും ഷെയർ ചെയ്തും ഇങ്ങനെ ജീവിക്കുകയാണ്. ജീവിതം മുഴുവനും ഇങ്ങനെ നഷ്ടപ്പെടുത്തുന്നു നമ്മൾ. അപ്പോൾ അബ്ബാസ് ബിൻ ഫർനാസ് എന്ന ശാസ്ത്രജ്ഞൻ അവസാനം അതേപോലെ ഒരു ചിറകുണ്ടാക്കി.
എല്ലാ പക്ഷികളെയും നോക്കി സമാനമായി പറക്കാൻ സാധ്യതയുള്ള ഒരു ചിറകുണ്ടാക്കി. എന്നിട്ട് ശരീരത്തിൽ ഫിറ്റ് ചെയ്തു. മൂപ്പര് ഒരു പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് വേറൊരു പർവ്വതത്തിലേക്ക് പറക്കാൻ ശ്രമിച്ചു. താഴെ വീണുപോയി, കൈകാലുകൾ ഒടിഞ്ഞ്. ഇപ്പോൾ വൈമാനിക ശാസ്ത്രം ഇപ്പൊ എത്രയോ മേലക്ക് ആൾക്കാർക്ക് പോവാം, വിമാനത്തിൽ എത്രയോ പോകാം. പോയ വിമാനം ചിലപ്പോൾ തിരിച്ചു വരാത്ത രീതിയിലും പോകാം. ഇപ്പൊ ഒരു മലേഷ്യയിലൊരു വിമാനം നഷ്ടപ്പെട്ടു, മലേഷ്യന്റെ ഒരു വിമാനം നഷ്ടപ്പെട്ടു. ഇതുവരെ കിട്ടിയിട്ടില്ല. എവിടുക്കാ പോയതെന്ന് അറിയില്ല. ആഴക്കടലിലാണോ പോയത്, ഭൂമിയുടെ പുറത്ത് എല്ലാ ബന്ധവും വിച്ഛേദിച്ച് പോയതാണോ, ആരെങ്കിലും പൊക്കിയതാണോ? മാർച്ച് 8 പോയിട്ട് ഇന്ന് മെയ് എത്രയായി? എന്നാലും നോക്കണം അല്ല, വേണ്ട, മെയ് 21 ഇതുവരെ കിട്ടിയിട്ടില്ല വിമാനം. എവിടുക്ക പോയതെന്ന് ആർക്കും അറിയില്ല. അങ്ങനെ വലിയ രീതിയിൽ വൈമാനിക ശാസ്ത്രം, വിമാനശാസ്ത്രം വികസിച്ചു. ഞാൻ പറഞ്ഞത് ഇതാണ്, പുതിയ രീതിയിൽ നമ്മൾ ഈ സമയത്ത് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന നമുക്ക് അല്ലാഹു നൽകിയ പഠിക്കാനുള്ള ഈ ഒരു അവസരത്തെ ഉപയോഗപ്പെടുത്തുകയും പടിപടിയായി പഠിച്ചു വളരുകയും ജീവിതത്തിൽ അല്ലാഹു നൽകിയ ഈ അവസരത്തെ, ജീവിക്കാൻ നൽകിയ ഈ അവസരത്തെ, പഠിക്കാൻ നൽകിയ അവസരത്തെ, എന്റെ മക്കളെ നിങ്ങൾക്കറിയുമോ എന്നറിയില്ല, ഒന്ന് സ്കൂളിൽ പോകാനോ മദ്രസയിൽ പോകാനോ ഭാഗ്യം ലഭിക്കാത്ത കോടിക്കണക്കിന് വിദ്യാർത്ഥികൾ, കോടിക്കണക്കിന് മക്കൾ ലോകത്ത് ജീവിക്കുന്നുണ്ട്. അതിന്റെ ഇടയിലാണ് നമുക്കൊക്കെ അല്ലാഹു സ്കൂളിൽ പോകാനും മദ്രസയിൽ പോകാനും ഇതുപോലെ പോയി വരാനൊക്കെയുള്ള അവസരം നൽകിയത്. നാടുണ്ട്, സൗകര്യമില്ലായിട്ട് പോകാൻ പറ്റാത്ത നാടുകളുണ്ട്, ഭക്ഷണം കിട്ടാത്തതുകൊണ്ട് പോകാൻ പറ്റാത്ത നാടുകളുണ്ട്. അങ്ങനെ ജീവിക്കുന്നു എത്രയോ ആളുകൾ. നമുക്കൊക്കെ ഭക്ഷണം വേസ്റ്റ് ആക്കുന്നതിന്റെ ഇടയിൽ കാഷ്ടിക്കുമ്പോ ഒട്ടകത്തിന്റെ കാഷ്ടിക്കുന്നതിന്റെ താഴെ കൈവച്ച് അത് കാഷ്ടിക്കുന്നത് കയ്യിൽ വാങ്ങി, നിങ്ങൾക്ക് പറയുമ്പോ തന്നെ അർപ്പ് തോന്നുന്നുണ്ടാവും. അത് കാഷ്ടിക്കുന്നത് കയ്യിൽ വാങ്ങി വീട്ടിൽ കൊണ്ടുപോയി മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ഉപ്പമാർ ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഭക്ഷണത്തിന് വകയില്ലാത്ത, ഭക്ഷണമൊക്കെ വെറുതെ വേസ്റ്റാക്കുമ്പോൾ ആലോചിക്കണം. 1, 2, നമുക്ക് അല്ലാഹു നൽകിയ ഈ അനുഗ്രഹത്തിൽ എപ്പോഴും ആലോചിക്കാൻ കഴിയണം. 1, രാവിലെ നിങ്ങൾക്ക് നാസ്ത കിട്ടാണ്ട് മദ്രസയിൽ പോയാലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേ, എന്തായിരിക്കും നിങ്ങളെ വിഷമം? ഉച്ചക്ക് ചോറ്റും പാത്രത്തിൽ ചോറ് വെച്ചെന്നിട്ടില്ല, സ്നാക്സ് വേറെ ഉണ്ട്. സ്നാക്സ് കൊണ്ടുപോകണ ഏർപ്പാടുണ്ട് അവിടെ സ്കൂൾക്ക്? ചോറല്ലാണ്ട് വേറൊരു സാധനം, ബിസ്ക്കറ്റോ എന്തെങ്കിലും ഇല്ല? അങ്ങനൊന്നുമില്ല. ഉണ്ട്, ഉള്ളവരുണ്ട്, ഇല്ലാത്തവരുണ്ട്. വൈകുന്നേരം വന്നിട്ട് ചായ വരുമ്പോ ബിസ്ക്കറ്റൊന്നുമില്ല. ക്രീം ബിസ്ക്കറ്റ് ഇല്ലെങ്കിൽ വിഷമിക്കുന്ന എത്ര ആൾക്കാരുണ്ട്, അതിനുവേണ്ടി കച്ചറുണ്ടാക്കുന്ന എത്ര ആൾക്കാരുണ്ട്. വൈകുന്നേരം ഒന്ന് ചോറ് കഴിക്കാണ്ട്. അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹമാണ്. പഠിക്കാൻ പോകാൻ സൗകര്യം നൽകി. 10ഉം 15ഉം വയസ്സ് പ്രായമുള്ള വിദ്യാർത്ഥികൾ ബംഗാളിൽ ഇതേപോലെ ഒരുമിച്ച് കൂട്ടിയ ഒരു സദസ്സിൽ 10ഉം 15ഉം പ്രായമുള്ള കുട്ടികൾ ഇരിക്കുന്നിടത്ത് എന്റെ 2 സുഹൃത്തുക്കൾ അവരോട് ചോദിച്ചു, ഹസ്രത്ത് മുഹമ്മദ് സല്ലല്ലാഹു ആണെന്ന് ചോദിച്ചു. ആരും ഉത്തരം പറഞ്ഞില്ല. ഞങ്ങളോട് നേരത്തെ മറ്റേത് ഫേസ്ബുക്ക് കണ്ടുപിടിച്ചത് ആരാന്ന് ചോദിച്ച പോലെ ആർക്കും ഉത്തരം കിട്ടണില്ല. നിങ്ങളോടൊക്കെ ചോദിച്ചാൽ കിട്ടൂല. ഹസ്രത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാണെന്ന് ചെറിയ കുട്ടി പറയും. നമ്മുടെ നബിയുടെ പേരെന്ത്? മുത്ത് മുഹമ്മദ് സല്ലല്ലാഹു. അവരുടെ ഉപ്പ അബ്ദുള്ള, ഉമ്മ ആമിന നബി, ജനിച്ചത് മക്കത്ത്, വഫാത്തായത് മദീനത്ത്. അസ്സലാമു അലൈക്കും. ചെറിയ കുട്ടികൾ പാടും? അതിന് പാടില്ല. പക്ഷെ 10ഉം 15ഉം വയസ്സായ കുട്ടികൾക്ക് അറിയണില്ല. പിന്നെ ഒരു കുട്ടി, കുറച്ചൊക്കെ ബുദ്ധിയുള്ള ഒരു കുട്ടി വിചാരിച്ച് 2 ആൾക്കാർ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഒരാളാണ് ചോദിക്കുന്നത്. ഇപ്പം വിചാരിച്ച് ഞാനിങ്ങനെ ചോദിക്കണം, ഹസ്രത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കോൻ ഹെ, ആരാണെന്ന് ചോദിച്ചാല് പിന്നെ എന്തായാലും ചോദിക്കുന്ന ആളാവാൻ സാധ്യതയില്ല, ഇരിക്കുന്ന ആളായിരിക്കും. അതുകൊണ്ട് ആ ഹസ്രത്താണെന്ന് പറഞ്ഞു. എന്താ കാരണം? പഠിക്കാൻ സൗകര്യം കിട്ടിയില്ല. നബിന്റെ പേര് പോലും പഠിക്കാൻ സൗകര്യം കിട്ടാത്ത എത്രയോ ആളുകൾ ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളെ ഇന്ത്യ രാജ്യത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല പേരൊക്കെ ആയിരിക്കും, ഇൻസമാമുല്ലക്കും അങ്ങനത്തെ പേരൊക്കെ ഉണ്ടാവും, സാർ പേരൊക്കെ ഉണ്ടാവും. പക്ഷേ ഇത് സൗകര്യമില്ല. സ്കൂളിൽ പോയിട്ടുണ്ടാവില്ല. പക്ഷെ അള്ളാഹു നമുക്ക് നമ്മുടെ നാട്ടിൽ നല്ല കുടുംബത്തിൽ, നല്ല വീട്ടിൽ, നല്ല സൗകര്യങ്ങളോടെ എല്ലാ സംവിധാനങ്ങളും കണ്ട് പഠിക്കാനുള്ള ഒരു അവസരം അള്ളാഹു നൽകിയിട്ടുണ്ട്. നമ്മുടെ ഉത്തരവാദിത്വം ചെറിയ കുട്ടികളെങ്കിലും വലുതാണ് വ്യത്യസ്തമായ മേഖലകളിലേക്ക് പഠിച്ചു പോകും. ഞാൻ വലിയ വിദ്യാർത്ഥികൾ അധികം ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ആ വിഷയം അധികം പറയുന്നില്ലെങ്കിലും അതിന്റെ ചില സൂചനകൾ പറയാനുള്ളത്, നമ്മുടെ ഒരു മഹലിന്റെ സംവിധാനത്തിൽ, എന്റെ പ്രിയപ്പെട്ട, എനിക്കറിയാം സ്കൂളൊക്കെ തുടങ്ങിയത് കൊണ്ടായിരിക്കാം ഒരുപാട് ആളുകൾ ഇല്ലാത്തത്.
നമ്മൾ വ്യത്യസ്തമായ മേഖലകളിലേക്ക് ആവശ്യമായ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം നമ്മുടെ നാടുകളിൽ ഉണ്ടാകണം. ആളുകളെ ബഹുമാനിക്കുകയും നമ്മുടെ മൂല്യങ്ങളിൽ വിശ്വസിക്കുകയും ചിന്തിക്കുകയും അതുപോലെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം ഡോക്ടർ മാത്രം പോരാ, അതുണ്ടാവണം. എല്ലാവരും IT പ്രൊഫഷണൽസ് ആയാൽ പോരാ, മതവിദ്യാർത്ഥികളുണ്ട്, മതപണ്ഡിതന്മാരുണ്ടാകണം, സാമ്പത്തിക ശാസ്ത്രജ്ഞരുണ്ടാകണം, ചരിത്രകാരന്മാരുണ്ടാകണം, രാഷ്ട്രീയ നായകന്മാരും രാഷ്ട്രതന്ത്രവും അറിയുന്ന ആളുകളുണ്ടാകണം, വെറും പഠനം ഒരു സർട്ടിഫിക്കറ്റ് കാശ് കൊടുത്ത് വാങ്ങിക്കുക എന്ന രീതിയിലാകരുത്. നമ്മളുടെ വിദ്യാഭ്യാസ മേഖലയിൽ പ്രത്യേകിച്ചും SSLC ഒക്കെ കഴിയുമ്പോൾ കൃത്യമായി നമ്മുടെ നാടുകളിൽ ഇതുപോലത്തെ ഒന്നുകൂടുതലുള്ള ഗൈഡ് ആവശ്യപ്പെടണം. കാരണം കുട്ടികൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. ചെറിയ ഉദാഹരണം പറഞ്ഞാൽ പലരും പോകും, എയർ ഹോസ്റ്റസിന്റെ കോഴ്സിന് പോകും, ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സിന് പോകും. സാധാരണ ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സിന് പോകുമ്പോൾ വളരെ പ്രധാനമായി ആലോചിക്കേണ്ടത്, ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സിന് പോയി കഴിഞ്ഞാൽ അതിന് ട്രെയിനിങ് മുതൽ 5 സ്റ്റാർ ഹോട്ടലിൽ ട്രെയിനിങ്ങിന് പോകേണ്ടി വരും. ഒരു ഹോട്ടൽ മാനേജ്മെന്റ് അല്ലെങ്കിൽ ടൂറിസം മേഖലയിലുള്ള ഒരു കോഴ്സ് ചെയ്താൽ, ഞാൻ വലിയ ആളുകളുടെ ശ്രദ്ധയിലേക്ക് വേണ്ടി ചെറിയൊരു സൂചന മാത്രം നൽകാൻ ആഗ്രഹിക്കുക. അത് കഴിഞ്ഞ് മിക്കവാറും ഹെൽത്ത് വളർന്നു വരുന്ന ഒരു മേഖലയാണെങ്കിലും മിക്കവാറും ആളുകൾ ജോലി ചെയ്യുന്ന ഒരുപാട് സുഹൃത്തുക്കളായി അറിയാം. അപ്പോ ആരോ പോണോണ്ട് കുറച്ചാൾക്കാർ പെട്ടെന്ന് ജോലി ഇട്ടെന്ന് പറഞ്ഞിട്ട് ഹോട്ടൽ മാനേജ്മെന്റ് പോകും. സ്വന്തമായിട്ട് എന്തെങ്കിലും ജോലി കണ്ടെത്താനോ കഴിയില്ല, എങ്ങനത്തെ 5 സ്റ്റാർ ഹോട്ടലിൽ പോകും. മദ്യം ഒഴിച്ചു കൊടുക്കേണ്ടി വരും, മദ്യം വിളമ്പി കൊടുക്കേണ്ടി വരും. പലയിടത്തും പോർക്കും ഹാമും പന്നിയിറച്ചിയുടെ 2 പേരുകളാണ്, ഇത് വിളമ്പി കൊടുക്കേണ്ടി വരും. അല്ലാത്ത മേഖലകൾ വളരെ വിരളമാണ്. ഒന്നുകിൽ നമുക്കത് കണ്ടെത്താനുള്ള സാഹചര്യം ഉണ്ടാകണം. നമ്മളിങ്ങനെ ഒരു ഒഴുക്കിനനുസരിച്ച് ഒഴുകുന്നതുകൊണ്ട് അവിടേക്ക് എത്തും. എന്നിട്ട് അങ്ങനെ കോളും ചെയ്യുന്ന ആളുണ്ട്, എയർ ഹോസ്റ്റസ് ജോലി ചെയ്യുന്ന ആളുകൾക്ക് വിമാനത്തിൽ മദ്യം വിളമ്പി കൊടുക്കേണ്ടി വരും. ആദ്യമായി ഇങ്ങനെ ഏതൊരു കാര്യവും നമ്മുടെ ഒരു മേഖലയിൽ നമ്മൾ തെരഞ്ഞെടുക്കുന്നിടത്ത്, പ്രത്യേകിച്ചും കൗമാരപ്രായത്തിൽ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ വളരെ പ്രധാനമാണ്. അതിൽ നമ്മളൊരു കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ, നമ്മുടെ വിദ്യാഭ്യാസ മേഖല തിരഞ്ഞെടുക്കുമ്പോൾ, ചെറിയ കുട്ടികളാകുമ്പോൾ നിങ്ങൾ അറിവിന്റെ കാര്യത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ, ഒന്ന് നമ്മുടെ നാട്ടിൽ രക്ഷിതാക്കളായ ആളുകളും അധ്യാപകരായ ആളുകളും ഒക്കെ ശ്രദ്ധിക്കേണ്ടത് വിവിധ തരത്തിൽ നിസ്സാരമുണ്ടാകണം. രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളുണ്ടാകണം, സാമ്പത്തിക വിദഗ്ധരുണ്ടാകണം, നല്ല മതപണ്ഡിതരുണ്ടാകണം. മതപാണ്ഡിത്യം എന്ന് പറയുന്നത് അത് കിങ് മേക്കറാണ്. അത് അവരാണ് സമൂഹത്തിൽ പുതിയൊരു തലമുറയിലെ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം പഴയ രീതിക്കനുസരിച്ചു തന്നെ ആ ഒരു പുതിയ രീതി ഭാവിച്ചിരിക്കുന്നു. ദർസുകളിൽ പഠിക്കുമ്പോഴും സ്ഥാപനങ്ങളിൽ പഠിക്കുമ്പോഴും ഒക്കെ പുതിയ കാലഘട്ടത്തെ അറിയുക എന്ന ഉദ്ദേശത്തോടുകൂടി ഭൗതിക വിദ്യയെ കൂടെ അഭ്യസിച്ചുകൊണ്ടാണ് പഠിക്കുന്നത്. പലപ്പോഴും എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, സാധാരണ നാട്ടിൽ നിന്നിങ്ങനെ പോയി വരുന്ന ആളുകളുണ്ട് കുറെ. പലപ്പോഴും അവരുടെ പഠനം SLC കഴിഞ്ഞാൽ പിന്നെ ആരും തോൽക്കൂല. SLC കഴിഞ്ഞ ആൾക്കാർക്ക് പേപ്പർ പോവുക ചെയ്യാം. അപ്പൊ അമ്മമാര് ചോദിക്കുമ്പോ പറയും 4 പേപ്പർ പോയിക്കണെന്ന് പറയും. ആകെ 4 പേപ്പറാണ് ഉണ്ടാവുക, 4 പോയിട്ടുണ്ടാവും. അമ്മ വിചാരിക്കും, വലിയ കാര്യമാണ് പേപ്പർ, എന്റെ മോന് പേപ്പർ പോയി എന്നുള്ളത് വലിയ കാര്യമാണെന്ന് വിചാരിച്ച് അമ്മയും മനസ്സിലാക്കും. പേപ്പർ പോകാന്ന് പറഞ്ഞാൽ തോൽക്കാൻ തന്നെയാണ്, പിന്നാണ് തോൽക്കൂല. അങ്ങനെ ഡിഗ്രി ഫസ്റ്റ് ഇയർ എത്തുമ്പോൾ 3 പേപ്പറും, സെക്കൻഡ് ഇയറിന് 2 പേപ്പറും, അങ്ങനെ എന്ന ഡിഗ്രിക്ക് പിന്നെ ഓനെ വലിയ ക്ലാസ് റൂമിൽ നിന്ന് ഓവുപാലത്തുമൊക്കെ മാറിയിട്ടുണ്ടാവും. അങ്ങനെയുള്ള ഒരു സമയം ഇങ്ങനെ നമ്മളുള്ള അലസത, ഒരു തരത്തിലുള്ള ഒരു സമീപനമൊക്കെയാണ്. അൽഹംദുലില്ലാഹ് ഇന്ന് കേരളത്തിൽ നമ്മുടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കീഴിൽ വളരെ അത്ഭുതകരമായ രീതിയിൽ, വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള പഠന സംവിധാനങ്ങൾ, വ്യത്യസ്തമായ ദർസുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സമ്പ്രദായം നിലനിർത്തുമാറാകട്ടെ. ദർസിന്റെ ഒരു അടുത്ത ഘട്ടമാണ് മറ്റുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ. ജാമിയ നൂരിയയുടെ ജൂനിയർ കോളേജുകൾ ഒരുപാട് ദർസുകളിലായും സ്ഥാപനങ്ങളിലായും വ്യാപിച്ചു കിടക്കുന്ന ഒരു വിദ്യാർത്ഥി 5ാം ക്ലാസ് കഴിയുമ്പോഴും 7ാം ക്ലാസ് കഴിയുമ്പോഴും 10ാം ക്ലാസ് കഴിയുമ്പോഴും ഒക്കെ മതഭൗതിക വിദ്യാഭ്യാസത്തെ തെരഞ്ഞെടുക്കാനുള്ള ഒരു സംവിധാനം നമ്മുടെ നാടുകളിലുണ്ട്. രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം, മക്കളും ശ്രദ്ധിക്കണം. ഏറ്റവും നല്ല രീതിയിൽ വിദ്യാഭ്യാസം നിങ്ങൾക്ക് ഭൗതിക വിദ്യാഭ്യാസമാണ് താല്പര്യമെങ്കിൽ കൂടി അതിൽ ഉയർന്നു പഠിക്കാനുള്ള സംവിധാനങ്ങൾ ഈ നമ്മുടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കീഴിലുള്ള ഈ വിവിധ കാര്യങ്ങൾ, വിവിധ സംവിധാനങ്ങൾ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് മതം പഠിക്കുക എന്നുള്ളതിനെ, പുതിയ രീതിയിൽ പഠിക്കുക എന്നുള്ളതിന് വളരെ ഗൗരവമായി കാണാൻ സാധിക്കണം. നമ്മുടെ നാട്ടിലാണ് ചിലപ്പോൾ ഇത് വെറുതെ കിട്ടുന്നതുകൊണ്ട് നമുക്ക് തീരെ വിലയില്ലാത്തത്. ലോകത്ത് ഒരുപാട് നാടുകളിൽ, പ്രത്യേകിച്ചും യൂറോപ്പിലും അമേരിക്കയിലുമൊക്കെ മതം പഠിക്കാനുള്ള ഒരു വലിയ താല്പര്യത്തോടുകൂടി അമേരിക്കയിലെ സൈത്തൂന കോളേജ്
എന്ന് പറയുന്ന മതം പഠിക്കുന്ന മത്തനുൽ അർബഈൻ കൊണ്ട് ക്ലാസ് തുടങ്ങുന്ന കിതാബുകൾ ഓതി പഠിക്കുന്ന കാലിഫോർണിയ സ്റ്റേറ്റിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇസ്ലാമിക സ്ഥാപനം. അവിടെ ഒരു വർഷത്തിൽ മതം പഠിക്കാൻ വിദ്യാർത്ഥികൾ കൊടുക്കുന്നത്, ഞാൻ എന്നെ ശ്രമിക്കുന്ന കുട്ടികൾക്ക് ഇത് മനസ്സിലാകില്ല എന്നറിയാം, വലിയ വിദ്യാർത്ഥികളോടും രക്ഷിതാക്കളോടും എന്നെ ശ്രമിക്കുന്ന മറ്റുള്ളവരോടുമാണ് പറയുന്നത്, $11,000 കൊടുത്തിട്ടാണ്. $11,000 ഇൻറ്റു 65 ഒന്ന് കൂട്ടി നോക്കിയാൽ മതി. ഒരു വർഷം മതം പഠിക്കാൻ അമേരിക്കയും യൂറോപ്പിലുമുള്ള ആളുകൾ പോലും എത്ര പണം കൊടുക്കുന്നു എന്നത്. നമ്മുടെ അൽഹംദുലില്ലാഹ് മഹാന്മാരായ പണ്ഡിതന്മാർ ഓരോ കാലഘട്ടത്തിനനുസൃതമായി ഈ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മഹിതമായ ആ ഒരു ആശീർവാദത്തിൽ വലിയ വിപുലമായ മതപഠന സംവിധാനങ്ങൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ അതിനെ അറിയാതെ ഒരു പഴഞ്ചനായി കൊണ്ടുപോകുന്നു. എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, നിങ്ങളൊക്കെ നിങ്ങളുടെ രക്ഷിതാക്കളോട് പറയുകയും, രക്ഷിതാക്കളായ ആളുകൾ നമ്മുടെ നാടുകളിൽ അങ്ങനെ ഓരോ സ്ഥാപനത്തിനും ദാറുൽ ഹുദ സ്ഥാപനമുണ്ട്, ജാമിയയുടെ ജൂനിയർ കോളേജുണ്ട്, വാഫി സ്ഥാപനങ്ങളുണ്ട്, അതിന് പുറമെ നന്ദി ദാറുസലാമിന്റെ സ്ഥാപനങ്ങളുണ്ട്, അതുപോലെ കടമേരി റഹ്മാനിയയുടെ സ്ഥാപനങ്ങളുണ്ട്, മടവൂരിൽ അഷ്അരിയ കോളേജുണ്ട്, കുറ്റിക്കാട്ടൂരിലെ യമാനിയ കോളേജുണ്ട്, അതേപോലെ പൊട്ടച്ചിറയിൽ അൻവരിയ അറബി കോളേജുണ്ട്. ഇങ്ങനെ വളരെ വിശാലമായി കിടക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങൾ, വയനാട്ടിൽ ഇമാം ഗസാലി അക്കാദമി തുടങ്ങി, അതേപോലെ പാലപ്പള്ളിയിലെ സ്ഥാപനം, അതേപോലെ കാപ്പാട് സ്ഥാപനം, ഇതൊക്കെ സ്വതന്ത്രമായി ഒരു വിദ്യാർത്ഥിക്ക് 5ാം ക്ലാസ് മദ്രസയും സ്കൂളും കഴിഞ്ഞാലും 7ാം ക്ലാസ് മദ്രസ സ്കൂൾ കഴിഞ്ഞാലും 10ാം ക്ലാസ് മദ്രസയും സ്കൂളും കഴിഞ്ഞാലും നല്ല മതപരമായ ബോധത്തോടെ ഉന്നതമായ ഭൗതിക വിദ്യാഭ്യാസം പഠിക്കാനും നല്ല ഭൗതികമായ അറിവോടുകൂടി ഉന്നതമായ മതപാണ്ഡിത്യം നേടാനുള്ള സാഹചര്യങ്ങളുണ്ട്. ഇത് ചെന്നൈക്കുന്ന കുട്ടി മനസ്സിലെന്ന് വരാം. എന്നാൽ ിലും അറബിയിലുള്ള വാക്കിന്റെ അർത്ഥം തൊലബുൽ ഇൽം എന്ന ഒരു വഴിയിൽ പ്രവേശിച്ചാൽ ഇൽമിനെ തേടിക്കൊണ്ടുള്ള വഴിയിൽ മുസ്ലിമ ഇൽമിനെ തേടുക എന്നുള്ളത് തൊലബൽ ഇൽമി തൊലബൽ ഇൽമ തൊലബൽ ഇൽമ ഇൽമിനെ തേടി എന്നുള്ളതാണ്. ഇൽമിനെ തേടി എന്ന് പറഞ്ഞാൽ അന്വേഷിച്ചു യാത്ര ചെയ്യലാണെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറയും. വീഴ്ച വരുന്നതിനപ്പുറം ഈ സ്വസ്ഥത ഒന്ന് വിട്ടുമാറി നമ്മൾ അന്വേഷിക്കുകയും അറിയുകയും പഠിക്കുകയും വലിയ വലിയ യൂണിവേഴ്സിറ്റികളിൽ വലിയ വലിയ കലാലയങ്ങളിൽ പഠിച്ച് നല്ല ഗ്രന്ഥങ്ങൾ എഴുതി, നല്ല ഗ്രന്ഥങ്ങൾ വായിച്ച്, നല്ല ഗ്രന്ഥങ്ങൾ എഴുതി, നല്ല പത്രപ്രവർത്തകരായി മാറി, നല്ല നല്ല സത്യകരായി, നല്ല മത നേതൃത്വമായി മാറി, വ്യത്യസ്തമായ വിഷയങ്ങളിൽ ആഴത്തിൽ പഠിക്കാനുള്ള ഒരു താല്പര്യം. അപ്പോ നമ്മളിപ്പോ ചെയ്യേണ്ടത് ഒന്ന് വലിയൊരു സ്വപ്നം കാണലാണ്. നന്നായി സ്വപ്നം കാണുക, നന്നായി ഡ്രീം ചെയ്യുക. അബ്ബാസ് ഇബ്നു ഫർനാസ് എന്ന ശാസ്ത്രജ്ഞൻ ആ പക്ഷികളെപ്പോലെ എനിക്കും പറക്കാൻ കഴിയുമെന്ന് ചിന്തിച്ചത് കൊണ്ടാണ് ആ മേഖലയിലുള്ള ഒരു ഗവേഷണം നടത്തിയത്. പിൽക്കാലത്ത് റൈറ്റ് സഹോദരന്മാർ എന്ന് പറയുന്ന റൈറ്റ് സഹോദരന്മാർ എന്നു പേരുള്ള 2 ശാസ്ത്രജ്ഞന്മാർ, അവരാണ് ആദ്യമായിട്ട് ചെറിയ വിമാനം പോലെ ഉണ്ടാക്കിയത്. മനുഷ്യനൊരിക്കലും ആലോചിക്കാൻ പോലും കഴിയില്ല, നമുക്ക് പോലും ചിന്തിക്കാൻ കഴിയില്ല. ഈ മതിലിൽ നിന്ന് ഒന്ന് എടുത്തു ചാടിയാൽ വീണത് എപ്പോഴാണെന്ന് ആലോചിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മളെ ഒന്ന് വായുവിൽ നിർത്താൻ കഴിയില്ല. എന്നിട്ടാണ് ഒരു വിമാനത്തിൽ 800ഉം 900 വരെ ആളുകളെ കൊള്ളുന്ന വിമാനങ്ങൾ അന്തരീക്ഷത്തിലൂടെ സഞ്ചരിക്കുന്നത്. മനുഷ്യൻ സ്വപ്നം കണ്ടതുകൊണ്ടാണ് മനുഷ്യരെ ഇങ്ങനെ പറത്താൻ സാധിക്കും. ഓരോ കണ്ടുപിടുത്തങ്ങൾക്ക് പിന്നിലും, ഓരോ അന്വേഷണങ്ങൾക്ക് പിന്നിലും മനുഷ്യന്റെ താല്പര്യമുണ്ട്, അന്വേഷണമുണ്ട്. എനിക്കത് ചെയ്യാൻ കഴിയുമെന്ന ചിലപ്പോൾ ഭ്രാന്തമായ സ്വപ്നങ്ങളുണ്ട്. എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് പഠിക്കാനും അന്വേഷിക്കാനും പറഞ്ഞു, കൃത്യമായി അന്വേഷണങ്ങൾ നടത്താൻ പറഞ്ഞു. 1000 പ്രാവശ്യം പരാജയപ്പെട്ടിട്ടാണ് 1001ാമത്തെ പ്രാവശ്യം ബൾബ് കണ്ടുപിടിച്ചത്. ആരെന്നറിയോ നിങ്ങൾക്ക്? തോമസ് ആൽവ എഡിസൺ ആണോ? അല്ലെ, ബൾബ് കണ്ടുപിടിച്ചത്. തോമ എന്ന് വിളിക്കുന്നു. തോമയെ കുറിച്ച് ആളുകൾ പറഞ്ഞു, അധ്യാപകൻ പറഞ്ഞു തോമ ഈസ് ബാഡ് എന്ന് പറഞ്ഞു. തോമ പൊട്ടനാണ്, തോമക്ക് പഠിക്കാൻ കഴിയില്ല. തോമസ് ആൽവ എഡിസന്റെ അധ്യാപകരെ മാതാവിനെ വിളിച്ചു പറഞ്ഞു തോമ പൊട്ടനാണ്, തോമക്ക് പഠിക്കാൻ, തോമനൊന്നും പറ്റൂല എന്ന് പറഞ്ഞു. അങ്ങനെ അമ്മ തോമസ് ആൽവ എഡിസനെ ചേർത്ത് പിടിച്ചു പറഞ്ഞു തോമക്ക് നല്ല ബുദ്ധിയുണ്ട്, തോമയെ ഞാൻ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞു. കാരണം തോമ എപ്പോഴും വീട്ടിൽ മുഴുവൻ ടൈമും വിക്രസാണ്. ബൾബ് കത്തിക്കാൻ നോക്കി 1000 പ്രാവശ്യം കത്തിക്കാൻ നോക്കിക്കണം, ബൾബ് ഉണ്ടാക്കാൻ നോക്കിക്കണം. അപ്പോഴോ ശാന്ത കാണും അല്ലെ, ഞങ്ങളൊന്നും എടുത്തിട്ട് വീട്ടിലെ റേഡിയോ ഒന്ന് അയച്ചു നോക്കി, അപ്പൊ കിട്ടും അടി, അപ്പൊ കിട്ടിയെന്ന് വെച്ചാൽ മതി.
അന്വേഷണ നിരീക്ഷണങ്ങൾ നടത്തി അവസാനം ബൾബ് കണ്ടുപിടിച്ചു. നമുക്കിതാ നല്ല പ്രകാശമായി. എത്രയോ ആളുകൾക്ക് അറിവ് പഠിക്കാനുള്ള സൗകര്യം ചെയ്തു തന്നു. മനുഷ്യൻ അന്വേഷിക്കുകയും പഠിക്കുകയും താല്പര്യപ്പെടുകയും ചെയ്യും. അള്ളാഹു നമ്മളോട് ചോദിക്കും ഈ അവസരം, ഈ സാഹചര്യം, ചിന്തിക്കാനുള്ള കഴിവ്. നമ്മൾ ഓരോരുത്തരും ഒരാളും ഒന്നിനും കൊള്ളാത്തവനല്ല. നിങ്ങൾ ആരും അങ്ങനെ വിചാരിക്കരുത്. നിങ്ങൾക്ക് 10 പ്രാവശ്യം പഠിച്ചിട്ട് മനസ്സിലാവണില്ല, 2 4 എങ്ങനെയെന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. നമ്മൾ വിചാരിക്കരുത് നമുക്കൊന്നിനും കഴിയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളിലുള്ള ഓരോ ആളുകൾക്കും ഓരോരുത്തരുടേതായ കഴിവ് നൽകിയിട്ടുണ്ട്. എല്ലാവർക്കും കണക്കൂട്ടാൻ കഴിഞ്ഞോളന്നില്ല, എല്ലാവർക്കും നന്നായി പ്രഭാഷണം നടത്താൻ കഴിഞ്ഞോളന്നില്ല, എല്ലാവർക്കും നന്നായി ചിത്രം കഴിഞ്ഞോളല്ല. നിങ്ങൾക്ക് മനസ്സിലാകാവുന്ന ഏതെങ്കിലുമൊക്കെ വിഷയങ്ങൾ ലോകത്തുണ്ട്. അത് വായിക്കുമ്പോഴും പഠിക്കുമ്പോഴും മനസ്സിലാക്കുമ്പോഴൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ തിരിച്ചറിവിലെത്താൻ സാധിക്കും. എല്ലാവർക്കും കഴിയും. നിങ്ങൾക്ക് തന്നെ കാണണം. നിങ്ങൾ ക്ലാസ്സിൽ ചില ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. കണക്ക് വേഗം ചെയ്തിട്ട് കൊണ്ടു കൊടുക്കുന്ന ആൾക്കാരുണ്ട്. ഓലങ്ങനെ കണ്ടിട്ട് എന്തേ പോകാൻ കാട്ടിയത് ചിന്തിക്കാൻ. ചില ആൾക്കാർക്ക് ക്രിക്കറ്റ് ശ്രദ്ധിച്ചിട്ടില്ല. ബോൾ എവിടെയാണോ ബാറ്റ്സ്മാൻ അടിച്ചിട്ട് വരുന്നത് അവിടെ പോയിട്ട് കൃത്യമായി പോയി നിന്ന് ക്യാച്ച് എടുക്കും. ചില ആൾക്കാർ അതിനു വേണ്ടി ഓടിയിട്ട് ബോൾ അങ്ങോട്ടും പോകണ്ടാവും, അങ്ങോട്ടും ഓടുണ്ടാവും. എത്തവിടെ പൊട്ടാജ് കാട്ടിയെന്നും ചോദിക്കും ആൾക്കാര്. പക്ഷെ അവിടെ ശാസ്ത്രം അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതിന് ഇംഗ്ലീഷിൽ പറയുന്നത് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് എന്നാണ്. വ്യത്യസ്തമായ ബുദ്ധിയാണ് ചില ആൾക്കാർക്കുള്ളതെന്നാണ്. ചില ആൾക്കാർക്ക് ഈ ക്യാച്ച് ചെയ്യാൻ കഴിയുന്ന ആളുകൾക്ക് സ്ഥലകാല ബോധങ്ങൾ നല്ല ഉണ്ടാവും. ഇപ്പൊ ഇങ്ങോട്ട് കയറി വന്നിട്ട് ഇത് ആ റോട്ടിൽ നിന്ന് അപ്പണ്ട് വന്നിട്ടുള്ളൂ എന്ന് പറയും ചില ആൾക്കാർ. റോഡ് പെടനെ ഇല്ല, റോഡ് പെടല്ല. അപ്പൊ ചില ആൾക്കാർക്ക് ഒരു ബോധമൊന്നും ഉണ്ടാവില്ല. എവിടുക്കാണ് ഞാൻ പറമ്പിൽ പീടിയെന്ന് പഠിക്കലിന് ഇപ്പണ്ട് വന്നിട്ടുള്ളൂ. പഠിക്കൽ പെടല്ല. അപ്പൊ നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നിടത്തൊന്നും പോകാറുണ്ടാവില്ല. ഞാനിപ്പോ നിങ്ങളോട് എണീറ്റ് നിന്നിട്ട് മറ്റേ ഒരു സ്ഥലം എവിടെയെന്ന് വെച്ചാൽ എല്ലാ സ്ഥലത്തേക്കും ചൂണ്ടുണ്ടാവും. കണ്ണും ചിമ്പിയിട്ട് നോക്കിയാല്. ഞാനിപ്പോ ചെയ്യിക്കുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ചില ആൾക്കാർക്ക് അത് ഒരു ബാറ്റ്സ്മാൻ ബോൾ അടിക്കുമ്പോ എത്ര വേഗതയിൽ, ഏത് സ്ഥലത്ത്, എത്ര സമയം കൊണ്ട് ആ ബോൾ ചെയ്യാൻ കഴിയും, അതൊക്കെ മോള് സ്ഥലത്ത് വെക്കും. എന്നിട്ട് ഓന് പിടിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കണ്ടേ. ഓൻ ഇങ്ങനെ പിടിച്ചിട്ട് ഓൻ പൂട്ടൂല. അപ്പൊ അതിന് ബോൾ കാലത്തേക്ക് വന്നിട്ടുണ്ടാവും. അപ്പൊ ഓനക്ക് എവിടെ വരികയെന്ന് അറിയാനുള്ള കഴിവ് ഓനക്കുണ്ട്. സ്പേഷ്യസ് ഇന്റലിജൻസ് എന്ന് പറയും അതിന്. സ്ഥലകാല ബോധം ഉണ്ടാകും അവന്. പക്ഷെ ഓന് കണക്കിൽ ചിലപ്പോൾ മാർക്ക് കുറവായിരിക്കും. ചിലപ്പോ ഒരു സാധനം പരീക്ഷയ്ക്ക് ചോദ്യം കൊടുത്താല് ഓന് ഉത്തരം എഴുതാൻ കഴിയില്ല. ക്ലാസ് ചോദിച്ചാറായിട്ട് പറയും. അവന് പറയാൻ കഴിയില്ല, എഴുതാൻ കഴിയില്ല. ചില ആൾക്കാരോട് എത്ര ചോദ്യം ചോദിച്ചാലും ക്ലാസ്സിൽ അങ്ങനെ ഓന് പറയില്ല. ഉള്ള അടിയൊക്കെ വാങ്ങിക്കും. ചിലപ്പോൾ ബെഞ്ചിന്റെ പുറത്തോ ചിലപ്പോൾ ക്ലാസിന്റെ പുറത്തോ ഒക്കെ നിൽക്കും. ഓന് പറയാൻ കഴിയില്ല അതിന്. എന്നാ പരീക്ഷയ്ക്ക് നോക്കിയാലോ ഓൻ കാണണം ഉഷാറായിട്ട് ഇങ്ങനെ എഴുതി വരുന്നത്. ഓന് എഴുതാൻ കഴിയും, പഠിക്കാൻ കഴിയുന്നുണ്ടാവില്ല. പലതരത്തിലുള്ള ആളുകൾ നിങ്ങളുടെ കൂട്ടത്തിലൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾക്ക് നിരാശ ചിലപ്പോൾ നന്നായി കഠിനാധ്വാനം ചെയ്യുക. നമ്മളൊക്കെ ജീവിതം, ഓരോ വ്യക്തിയുടെയും ജീവിതം പ്രധാനപ്പെട്ടതാണ്. നിങ്ങളിപ്പോ 12 വയസ്സാണെങ്കിൽ 10 വർഷം കഴിഞ്ഞാൽ 22 വയസ്സും, 20 വർഷം കഴിഞ്ഞാൽ 32 വയസ്സും, 30 വർഷം കഴിഞ്ഞാൽ അള്ളാഹു ആയുസ്സും നൽകുകയാണെങ്കിൽ 42 വയസ്സ്. സ്വന്തം ഉണ്ടാവും, സ്വന്തം കാറ് വാങ്ങാനും സ്വന്തമായിട്ട് പോയിട്ട് ജോലി ചെയ്യേണ്ട ഒക്കെ ആൾക്കാരാണ്. അധികം താമസിയാതെ വളരെ ചുരുങ്ങിയ കാലമാണ് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ളത്. മരിച്ചു പോകേണ്ട ആൾക്കാരുമാണ്. അള്ളാഹു നൽകിയ ഏറ്റവും വലിയ ഒരു ഗിഫ്റ്റാണ് നമ്മുടെ ജീവിതം. അള്ളാഹു നൽകിയ വലിയ ഒരു അവസരമാണ്. അത് അള്ളാഹു പല ആളുകൾക്കും പലതരത്തിൽ കൊടുത്തു. നമ്മുടെയൊക്കെ വല്യപ്പാരൊക്കെ ജീവിച്ച വീട്ടിന് വർഷം മഴ വരുന്നതിന് മുമ്പ് വീട് ഓല മാറ്റി കെട്ടണം. കാരണം ഓലപ്പരയായിരുന്നു. ഇപ്പൊ ഓലപ്പര തൊത്തിന് പോലും ഉണ്ടോന്നറിയില്ല. തൊത്തിറിന സാധനം അറിയില്ല. തൊത്തിന് പോലും ഓലപ്പര ഉണ്ടോന്നറിയില്ല. പശുക്കൾക്ക് പോലും ഓലപ്പര ഉണ്ടോന്നറിയില്ല. കാരണം അങ്ങനെ കഷ്ടടലാണ് ജീവിച്ചിരുന്നത്. വീട്ടിന്റെ മുറ്റത്ത് മറ്റേ ചളി ഉണ്ടാക്കാത്ത എന്താണ് പറയാ, കത്രികപ്പൂട്ടാ, എന്താ സാധനം, ഇന്റർലോക്കാ. വീട്ടിന്റെ മുറ്റത്ത് പെടൂല, കട്ട വിരിക്കൂല. അത് പോയിട്ട് വീട്ടിന്റെ അകത്ത് ഒന്ന് മര്യാദക്ക് ചായം തേക്കാന് നമ്മളെ വല്യമാർക്കൊന്നുമില്ല. ഇങ്ങനെ കുത്തിപ്പൊളിന മണ്ണ് തേച്ച സ്ഥലമായിരുന്നു അവരന്തി ഉറങ്ങിയിരുന്ന വീടിന്റെ അകങ്ങൾ. നമുക്കൊക്കെ ഇപ്പൊ രാവിലെ എടുത്ത് വേറൊന്നായിരുന്നു. ഇങ്ങോട്ട് വരണതിന്റെ മുമ്പ് കുളിച്ചുകൊണ്ട് വേറൊന്നും എടുത്തു. ഇങ്ങോട്ട് വരാൻ മാറ്റിയിട്ട് വേറൊന്ന് വന്നു. രാത്രി ഉറങ്ങാൻ വേറെ സാധനമുണ്ട്. ഇങ്ങനൊക്കെ നമുക്ക് ഡ്രസ്സുകൾ ഒരുപാടുണ്ട്. കല്യാണത്തിന് പോകാനും സ്കൂൾക്ക് പോകാനും മദ്രസയ്ക്ക് പോകാനും ഒക്കെ വേറെ ഡ്രസ്സുണ്ട്. നമ്മള് വല്യമാരും വല്യപ്പാരൊക്കെ ജീവിച്ചിരുന്ന കാലത്ത് അവര്
അലക്കാൻ പോകും പാടത്ത്, എന്നിട്ട് അത് കഴുകും, വസ്ത്രം കഴുകും, എന്നിട്ട് പിഴിഞ്ഞുണക്കും, കുറെ പിടിച്ച് വീശും, പിന്നെ 2 മരത്തിമ വലിച്ചു കെട്ടും, ഇടക്കൊന്ന് പോയി ഊതി വെക്കുമെന്ന് അറിയില്ല, കാറ്റ് വന്നിട്ട് ഇങ്ങനെ ഉണങ്ങണ കാത്തുക്കും, ചിലപ്പോ ഉണങ്ങിയാലും ഇല്ലെങ്കിലും ബാങ്ക് കൊടുത്താൽ അതന്നെ എടുത്തിട്ട് തിരിച്ചു പോരും. അതിനാണ് ഉടു തുണിക്ക് മറുതുണി ഇല്ല എന്ന് പറയാം. ഉടുക്കണ തുണി തന്നെയാണ് എല്ലാം, ഉടുക്കണ തുണി തന്നെയാണ് സാധനം. വിരിപ്പും തുണിയും വിരിപ്പും പുതപ്പും നഷ്ടപ്പെട്ടിരിക്കണം എന്നിട്ട് ഒരാൾ കേസ് കൊടുത്ത്, അങ്ങനെ പോലീസ് അന്വേഷിച്ചിട്ട് ലാസ്റ്റ് അയാൾക്ക് ഒരു തുണി കിട്ടി. അപ്പൊ അയാൾ പറഞ്ഞു എന്റെ വിരിപ്പും ഉടുപ്പും പുതപ്പും ഒക്കെ തിരിച്ചിട്ടിരിക്കണേ. അതന്നെയാണ് അതിനായിട്ട് അയാൾ എടുക്കുക, അതിൽ തന്നെ പുതക്കുക, വിരിക്കണമെങ്കിൽ അതന്നെ വിരിക്കുക. ആകെ അതുണ്ടാവാം. ഞാൻ പറഞ്ഞത് അത്രയും കഷ്ടപ്പെട്ട് ജീവിച്ച ഒരു കുട്ടിക്കാലമാണ് എന്റെയും നിങ്ങളുടെയും ഉപ്പമാർക്കോ വലിയുപ്പമാർക്കോ ഉമ്മമാർക്കോ വലിയമ്മമാർക്കോ ഉണ്ടായിരുന്നത്. നമ്മൾ പൊട്ടണതിന്റെ മുമ്പ് പുതിയ ചെരുപ്പ് വാങ്ങും. 2 കൊല്ലത്തിന് ഒരു ചെരുപ്പൊക്കെ വാങ്ങിണ്ടാവാം. ചോദിച്ചാൽ മതി, 2 കൊല്ലത്തിന് ഒരു ചെരുപ്പൊക്കെ വാങ്ങിണ്ടാവാം. ചിലപ്പോ ചെരുപ്പ് തന്നെ ജീവിതത്തിൽ ഇട്ടിട്ടുണ്ടാവില്ല. കുപ്പായൊക്കെ ഇടുക എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും വലിയ കല്യാണത്തിനൊക്കെ പോകുമ്പോഴാ, അല്ലെങ്കിൽ വള്ളി ട്രൗസർ മാത്രം ഇട്ട് ഇങ്ങനെ നടക്കുക, അതന്നെ കുറെ കീറിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ പറയുന്നത് വാങ്ങാൻ വകുപ്പില്ലായിട്ടാ, പൈസ ഇല്ല, ഭക്ഷണം കഴിക്കാൻ പൈസ ഇല്ല. ആൾക്കാർ എല്ലാരും കൂടി ഇങ്ങനെ ഇരുന്നിട്ട് കഞ്ഞി വിളമ്പോത്തര. നമ്മൾ പോലും അത് കേട്ട ചരിത്രമാണ്, നമ്മൾ പോലും അത് കേട്ടതാണ്. പക്ഷെ എന്റെ പ്രിയപ്പെട്ട മക്കൾ ഇഷ്ടംപോലെ കഴിയും, പിന്നെ ബാക്കി ഹോട്ടലിൽ പോയിട്ട്, പിന്നെ വഴിയിൽ നിന്ന് ഇതൊക്കെ ഇങ്ങനെ കഴിക്കാൻ സൗകര്യമുള്ള നമ്മൾ കുറച്ചതിനെ കുറിച്ചൊക്കെ ഒന്ന് അറിയണം. കഞ്ഞി എല്ലാരും കൂടി പാത്രം എനിക്ക് വഹിട്ട് പറഞ്ഞപ്പോ കഞ്ഞിനെ കുടിച്ചു എന്നാ ദിവസം കുടിക്കാനുണ്ടെങ്കിൽ കഞ്ഞി അടുത്തെന്തെങ്കിലും കുടിച്ചിട്ടുള്ള ആൾക്കാരുണ്ടാവില്ല. കഞ്ഞി കുടിച്ചിട്ട് വെള്ളം ഇങ്ങനെ കുടിച്ചിട്ട് അതിന്റെ ഇടയിൽ വറ്റ് കിട്ടിയാൽ, കറിയിന്ന് മീൻ കിട്ടിയാൽ നമ്മള് മീൻ കിട്ടിയെന്ന് പറഞ്ഞ പോലെ വറ്റ് കിട്ടിയാൽ അങ്ങനെ ആഹ്ലാദിച്ചിരുന്ന ഒരു കുട്ടിക്കാലമായിരുന്നു. എന്നാൽ ദാഹവും കഷ്ടപ്പാടും, പഠിക്കാൻ സൗകര്യമില്ല, വസ്ത്രം എടുക്കാൻ സൗകര്യമില്ല, ഭക്ഷണം കഴിക്കാൻ സൗകര്യമില്ല. അത് നിങ്ങൾക്ക് പറഞ്ഞാൽ പോലും മനസ്സിലാകില്ല. തീരെ കരണ്ടില്ലാത്ത ഒരു നാടുണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ. അവിടെ നിന്നൊക്കെ മാറി നമുക്ക് പഠിക്കാൻ സൗകര്യമുണ്ട്, ഫോണുണ്ട്, ടെലിഫോണുണ്ട്, ഇന്റർനെറ്റ് ഉണ്ട്, കമ്പ്യൂട്ടർ ഉണ്ട്, വാഹനങ്ങളുണ്ട്. സ്കൂൾക്ക് വീട്ടിൽ നിന്ന് വാഹനത്തിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ പോകൂല, കാരണം നടക്കാൻ ബുദ്ധിമുട്ടായിട്ട്. അള്ളാഹു ഇതൊന്നും ഞാൻ സ്വപ്നത്തിലെ കഥകൾ പറയല്ല, നമ്മള് മായാവിന്റെ കുട്ടൂസന്റെയും കഥൊന്നും പറയല്ല, അത് സാങ്കല്പിക കഥകളാണ്. നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന കഥകളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഒരു 20-ഓ 30-ഓ വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇന്ന് നമുക്ക്, എന്റെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾക്ക് മനസ്സിലാകാവുന്ന ഭാഷയിൽ നിങ്ങളത് ഉൾക്കൊള്ളാൻ സാധിക്കണം. അള്ളാഹു നമുക്ക് വലിയ അനുഗ്രഹം നൽകി. ഈ അനുഗ്രഹത്തിന് നിങ്ങൾ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. പകരം നന്നായി പഠിക്കുക, നല്ല നിരീക്ഷണത്തോടെയും നല്ല അന്വേഷണത്തോടെയും പഠിക്കുക എന്നുള്ള വെറും ജോലി നേടാൻ വേണ്ടി മാത്രമല്ല, അള്ളാഹു നൽകിയ അവസരത്തെ അതൊരു ഇബാദത്തായി ഉപയോഗിക്കുക, നല്ല ഇസ്ലാമിന് വേണ്ടി ജീവിക്കുക. നിങ്ങളൊക്കെ റെഡിയാണോ? എല്ലാവരും റെഡിയാണ്? അസ്സലാമു അലൈക്കും.